മഹാരാജാവ് ആ മഹാദിവസത്തിൽ മഹത്തായ ഒരു വിളംബരം നടത്തി. സകലവും നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, അവിടുത്തെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ ഇതാ ഒരുമിച്ച് അടുത്തു വരികയാണ്. ഇന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇനി എൻ്റെ ജീവിതം അങ്ങേക്കായി, ഇനിയുള്ള നാളുകൾ അങ്ങേക്കായി. യേശുവേ, എൻ്റെ നാഥനെ, എൻ്റെ കർത്തനെ, അങ്ങേ പോലെ സ്നേഹിപ്പാൻ യോഗ്യനായിട്ട് ആരുമില്ല. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച പോലെ ആരും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. മഹാകൃപയ്ക്കും വലിയ ദയയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുമിച്ച് എല്ലാവരെയും സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏക മനസ്സോടെ വിളിച്ചപേക്ഷിക്കാം. എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്, ദൂതന്മാരപ്പകലന്നി വാഴ്ത്തുന്ന നാമമിത്. എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്, ദൂതന്മാരപ്പകലന്നി വാഴ്ത്തുന്ന നാമമിത്. എല്ലാ നാവും പാടിയിടും, മുഴങ്കാലും മടങ്ങിടുമേ. സർവത്തിൻ യോഗ്യൻ യേശുവേ. എല്ലാ നാവും പാടിയിടും, മുഴങ്കാലും മടങ്ങിടുമേ. സർവത്തിൻ യോഗ്യൻ യേശുവേ. കരമുയർത്തിക്കൊണ്ട് കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. ഉച്ചത്തിൽ നിൻ കൃപകളെ ഞാൻ പാടട്ടെ, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തട്ടെ, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. യേശുവേ, യേശുവേ. യേശുവേ, അത്ഭുതമന്ത്രിയവൻ, അത്ഭുതമന്ത്രിയവൻ, വീരനാം ദൈവമവൻ, നിത്യപിതാവുമവൻ, സമാധാനത്തിൻ പ്രഭു. ചേർന്ന് പാടിക്കും. അത്ഭുതമന്ത്രിയവൻ, വീരനാം ദൈവമവൻ, സത്യപിതാവുമവൻ, സമാധാനത്തിൻ പ്രഭു. ഒന്നൂടെ. അത്ഭുതമന്ത്രിയേ, വീരനാം ദൈവമേ, നിത്യപിതാവുമേ, സമാധാനത്തിൻ പ്രഭു. അത്ഭുതമന്ത്രിയേ, വീരനാം ദൈവമേ, നിത്യപിതാവുമേ, സമാധാനത്തിൻ പ്രഭു. അത്ഭുതമന്ത്രിയേ, വീരനാം ദൈവമേ, നിത്യപിതാവുമേ, സമാധാനത്തിൻ പ്രഭു. ആരാധിപ്പാൻ യോഗ്യൻ, ആശ്രയിപ്പാൻ യോഗ്യൻ, സർവത്തിൻ യോഗ്യൻ യേശുവേ.
യേശുവേ ആരാധിപ്പാൻ യോഗ്യൻ, He is worthy to be praised. യോഗ്യൻ, സർവത്തിൻ യോഗ്യൻ യേശുവേ, ആരാധിപ്പാൻ യോഗ്യൻ. ഞാൻ പാടിടും നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ, യേശുവേ. എന്റെ യേശുവേ, യേശുവേ, എന്റെ യേശുവേ. എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്, ദൂതന്മാർ പകലന്നെ വാഴ്ത്തുന്ന നാമമിത്. എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്, ദൂതന്മാർ പകലന്നെ വാഴ്ത്തുന്ന നാമമിത്. എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്. പാടിക്കേ, ദൂതന്മാർ പകലന്നെ വാഴ്ത്തുന്ന നാമമിത്. എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്, ദൂതന്മാർ പകലന്നെ. എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്, ദൂതന്മാർ പകലന്നെ വാഴ്ത്തുന്ന നാമമിത്. ഉയർന്ന നാമമിത്, ദൂതന്മാർ പകലന്നെ വാഴ്ത്തുന്ന നാമമിത്. പഠിക്കേ, എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്, ദൂതന്മാർ പകലന്നെ. ദൂതന്മാർ പകലന്നെ വാഴ്ത്തുന്ന നാമമിത്. എല്ലാ നാമത്തിനും മീതെ എല്ലാ നാവും ഉയർന്ന നാമമിത്, ദൂതന്മാർ പകലന്നെ വാഴ്ത്തുന്ന നാമ. ആ നാമം ഉയരട്ടെ വീടിനകത്ത്. പാടിക്കും, വീടിനുള്ളവരെല്ലാം ഇറങ്ങി വരട്ടെ, ഉറക്കെ പാടിക്കും. ദൂതന്മാർ പകലന്നെ വാഴ്ത്തുന്ന നാമമിത്, എല്ലാ നാമത്തിനും മീതെ നാമമിത്. എല്ലാ നാവും മുഴങ്കാലും മടങ്ങിടുമേ, സർവത്തിൻ യോഗ്യൻ യേശുവേ. എല്ലാ നാവും പാടിയിടും, മുഴങ്കാലും മടങ്ങിടുമേ, സർവത്തിൻ യോഗ്യൻ യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. ഓ കൃപകളെ ഞാൻ പാടട്ടെ, നിൻ സ്നേഹത്തെ ഞാൻ ഓർക്കട്ടെ, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. ഓഹോ ഹോ അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, നിത്യപിതാവുമേ, സമാധാനത്തിൻ പ്രഭു. പഠിക്കേ, അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, നിത്യപിതാവുമേ, സമാധാനത്തിൻ പ്രഭു. അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, നിത്യപിതാവുമേ, സമാധാനത്തിൻ പ്രഭു.
അത്ഭുതമന്ത്രിയേ വീരരാം ദൈവമേ നിത്യപിതാവുമേ സമാധാനത്തിൻ പ്രഭു അത്ഭുത വീരരാം ദൈവമേ നിത്യപിതാവുമേ സമാധാനത്തിൻ പ്രഭു അത്ഭുതമന്ത്രിയേ വീരരാം ദൈവമേ നിത്യപിതാവുമേ സമാധാനത്തിൻ പ്രഭു ആരാധിപ്പാൻ യോഗ്യൻ ആശ്രയിപ്പാൻ യോഗ്യൻ സർവത്തിൻ യോഗ്യൻ സർവത്ര യോഗ്യൻ ആരാധിപ്പാൻ യോഗ്യൻ ആശ്രയിപ്പാൻ യോഗ്യൻ സർവത്തിൻ യോഗ്യൻ സർവത്ര യോഗ്യൻ നീയേ കൃപകളെ ഞാൻ പാടിടും നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ നിൻ കൃപകളെ ഞാൻ പാടിടും നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ താനാനേ താനാനേ താനാനേ. ഒരു പ്രാവശ്യം നമുക്ക് അത്ഭുത മന്ത്രിയെ ഒന്ന് വിളിച്ചേക്കാം. എന്നാ പറയുന്നു? വായ തുറന്ന് അത്ഭുത മന്ത്രിയെ ഒന്ന് വിളിച്ചേക്കാം. അത്ഭുതമന്ത്രിയേ വീരരാം ദൈവമേ നിത്യപിതാവുമേ സമാധാനത്തിൻ പ്രഭു അത്ഭുതമന്ത്രിയേ വീരരാം ദൈവമേ നിത്യപിതാവുമേ സമാധാനത്തിൻ പ്രഭു ആരാധിപ്പാൻ യോഗ്യൻ ആശ്രയിപ്പാൻ യോഗ്യൻ You are worthy. സർവത്തിൻ യോഗ്യൻ സർവത്തിന് യോഗ്യനായ യേശുവേ ആരാധന. പിതാവേ അങ്ങേ സ്തുതിക്കുന്നു. ആരാധിപ്പാൻ യോഗ്യൻ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ആശ്രയിപ്പാൻ യോഗ്യൻ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം യേശുവേ നിൻ കൃപകളെ ഞാൻ പാടിടും നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും ചെയ്ത നന്മകൾ എന്റെ രാജാവേ. ഞാൻ ഓർത്തിടും. ഓ. യേശുവേ നിൻ കൃപകളെ ഞാൻ പാടിടും നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ ലാ 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 ലാ. യേശുവേ 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 താങ്ക് യു ലോർഡ് ജീസസ് ഹല്ലേലൂയ. എന്തോ ഒരു പ്രസൻസ് ആയിരുന്നു അല്ലേ? നമ്മുടെ വീടുകളെല്ലാം കർത്താവ് ആ അഭിഷേകത്താൽ നിറയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്നലെ നമ്മൾ ചിന്തിച്ച ആ വചനഭാഗം വീണ്ടും നമ്മൾ തുടർമാനമായിട്ട് കേൾക്കാൻ പോവുകയാണ്. ഇന്നലെയും ഇന്നും മറ്റന്നാളും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാലും തീരാത്ത വലിയ രഹസ്യങ്ങളാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 25 മുതൽ 30 വരെയുള്ള വചനങ്ങൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് നമ്മുടെ ഹൃദയത്തിൽ വളരെ ശക്തമായി ഉറപ്പിക്കേണ്ടിയ ദൈവത്തിന്റെ വചനമാണ്. 25 മുതൽ ഞാൻ വായിക്കുകയാണ്. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എന്റെ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുത്താൻ മനസ്സാകുന്നുവോ അവനല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
ഞാൻ ശാന്തശീലനും വിനീതനുമാകിയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയും അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക്, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നമ്മൾ തുടർമാനമായിട്ട് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ ആ പ്രഭാഷണം എത്രത്തോളം ഡെപ്തിലേക്ക് നമ്മെ ഇന്നലെ ഡോക്ടർ നയിച്ചുകൊണ്ട് പോയി. വീണ്ടും നമ്മൾ ഇതിലെ റിഫ്ലക്ഷൻസ് കൂടുതലായിട്ട് എടുക്കുകയാണ്. നോക്കൂ, ഇത് ഈശോ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഞങ്ങൾ ഇന്നത് നിങ്ങളെല്ലാവരും വരുന്നതിന് മുമ്പ് സൂമിൽ അത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. വേറെ ഒന്നുമല്ല, ഈശോ ഇത് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഇതേ കോണ്ടെക്സ്റ്റ് ആണ് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലും ഉള്ളത്. യേശുവിന് ശിഷ്യവൃന്ദങ്ങൾ പല സെക്റ്റായിട്ടുണ്ടായിരുന്നു. യേശുവിന് ശിഷ്യവൃന്ദങ്ങൾ പല സെക്റ്റായിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഇന്നർ സർക്കിളിൽ യേശുവിന് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നടങ്ങുന്ന ഒരു 3 പേരുടെ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് പുറത്തെ യേശുവിന് 12 പേരുടെ ഒരു ശിഷ്യ സമ്പത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിശാലമായിട്ട് 70 പേരുടെ അല്ലെങ്കിൽ 72 പേരുടെ ഒരു വലിയ സമൂഹം കർത്താവിന്റെ ശുശ്രൂഷകൾക്കുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ 120 പേരുടെ കൂട്ടത്തെ ഊട്ടുശാലയിൽ, മർക്കോസിന്റെ ഊട്ടുശാലയിൽ ഇരിക്കുന്നവരായി കാണുന്നത്. അപ്പൊ ഈ 72 പേരോട് ബന്ധപ്പെട്ടുള്ള ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം, നിങ്ങളത് ഇതിനോട് പാരലായിട്ട് വായിക്കേണ്ടതാണ്. ലൂക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായം. അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങാം. ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഭാഗം ഗ്രഹിച്ചാലേ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്തു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന് 1-ാമത്തെ വചനം. അനന്തരം കർത്താവ് വേറെ 72 പേരെ, 12 പേരെ 10-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്തു. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്, 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് 12 പേരെ തെരഞ്ഞെടുത്ത് അവരുടെ പേരൊക്കെ പറയുക. ലൂക്കോസ് സുവിശേഷത്തിലും നമ്മൾ 9-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. എന്നാൽ ഈ 10-ാം അധ്യായം ലൂക്കോസ് സുവിശേഷത്തിൽ കർത്താവ് വേറെ ഒരു 72 പേരെ തെരഞ്ഞെടുക്കുകയാണ്. താൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്ക്, നാട്ടുപുറങ്ങളിലേക്ക് ഈരണ്ടായിട്ട് തനിക്ക് മുമ്പേ അവരെ അയക്കുകയാണ്. അവരോട് ഭൂതങ്ങളെ പുറത്താക്കാനൊക്കെ പറയുന്നു. അങ്ങനെ ഈ 72 പേര് പോയി അവരുടെ കയ്യാൽ ഭൂതങ്ങൾ പുറത്തായി. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ റെഫറൻസ് പറയാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ കർത്താവ് അവരെ നിയോഗിച്ചയക്കുകയാണ്. കർത്താവ് അവരെ നിയോഗിച്ചയച്ചിട്ട് അവർ മടങ്ങി വരികയാണ്. 17 മുതലുള്ള വാക്യം നോക്കി. ആ 72 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. അതായത് 72 പേരെ, അവരുടെ ആരുടെയും പേര് പോലും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. 12 ശിഷ്യന്മാരുടെ പേര് നമ്മളിൽ പലർക്കും അറിയായിരിക്കും, ക്രമമായിട്ട് പറയാനും ചിലർക്ക് അറിയായിരിക്കും. പക്ഷെ ഈ 72 ശിഷ്യന്മാരുടെ പേര് പോലും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 72 ശിഷ്യന്മാരെ കർത്താവ് തനിക്ക് മുമ്പേ ഉള്ള പട്ടണങ്ങളിലേക്ക് ഫോറിനേഴ്സ് ആയിട്ട് അയച്ചു. അവരുടെ കയ്യാൽ വലിയ അത്ഭുതങ്ങൾ നടന്നു. അങ്ങനെ നമ്മളവിടെ വായിക്കുന്നത്. 72 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. 17-ാമത്തെ വാക്യം, ലൂക്കോസ് സുവിശേഷം 10:17. 72 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നു ഞാൻ കണ്ടു. ഇതാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ, നമുക്കറിയാം വാക്യം. ഓക്കെ, എന്നിട്ട് ഇനി താഴേക്ക് വായിക്കുമ്പോൾ 21-ാമത്തെ വചനം, ഇതാണ് നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത്. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, യേശു പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ പിതാവേ, ഞാൻ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ, നോക്കൂ, അങ്ങ് ഇവ, അവിടെയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങ് ഇവ ജ്ഞാനികൾക്കും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അത് അവിടത്തേക്ക് ഇഷ്ടമായിരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ മത്തായി സുവിശേഷത്തിലെ അതേ ഭാഗം 22-ാമത്തെ വാക്യത്തിൽ കാണുക. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. സെയിം തിങ് നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് 22-ാമത്തെ വാക്യത്തിൽ. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവ് അല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവനല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. പിന്നെ അവൻ നേരെ തിരിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഏറിയ രാജാക്കന്മാരും പ്രവാചകന്മാരും നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചു, കേട്ടു, എങ്കിലും കേട്ടില്ല. ഓക്കെ, ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. ഇനി നമ്മൾ മത്തായി സുവിശേഷത്തിലേക്ക് വരികയാണ്.
ലുക്ക് അറ്റ് ദി സ്ക്രിപ്ചർ അഗൈൻ. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം. 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അവസാനം വരുമ്പോൾ കർത്താവ് പറയുന്ന ഈ ഭാഗം, ഇതേ ഭാഗം, അതായത് 27 മുതലുള്ള വാക്യം, അതേ പിതാവേ ഇപ്രകാരമായിരിക്കുന്നു നിന്റെ തിരുവുള്ളം. ഇത് തന്നെയാണ് ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചത്. അപ്പൊ നമുക്ക് ആ കോണ്ടെക്സ്റ്റ് പിടികിട്ടി. ഏതാണ് കോണ്ടെക്സ്റ്റ്? 72 പേരെ കർത്താവ് തനിക്ക് മുമ്പേ പട്ടണങ്ങളിലേക്ക് അയക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങളുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. അവര് പോയി അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്ന റിസൾട്ട് കേട്ട ശേഷം പരിശുദ്ധാത്മാവിൽ യേശു ആനന്ദിച്ച് പറയുന്ന ഭാഗമാണ് മത്തായി സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള ഭാഗം. പക്ഷെ മത്തായി സുവിശേഷത്തിൽ ഒരു വലിയ മാർമിക രഹസ്യവും കൂടി അതോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ പോയപ്പോൾ ഭൂതങ്ങൾ പുറത്തായി? എന്തുകൊണ്ട് നിങ്ങൾ കൽപ്പിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി? എന്തുകൊണ്ട് നിങ്ങൾക്ക് എനിക്കെതിരെയുള്ള പട്ടണങ്ങളിൽ പോയി എനിക്ക് മുമ്പായി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു? അപ്പൊ ഇതിന്റെ ബാക്ക്ഡ്രോപ്പിൽ നിങ്ങൾക്കറിയാം, ലൂക്കോസ് സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും തൊട്ടു പുറകിലത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ ഭൂതത്തെ പുറത്താക്കാൻ നോക്കിയിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ 72 പേര് പോയി ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത് വായിക്കാൻ വേണ്ടി പോവുകയാണ്. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ. ഞാൻ വായിക്കുന്നത് മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. ഇനി ഞാനിത് വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യാം, കാരണം നിങ്ങളത് എല്ലാവരും അത് വായിക്കുമ്പോൾ ഗ്രഹിക്കണം. കാരണം ഇവിടെയാണ് ആ രഹസ്യം കിടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ വചനത്തെ ആഴമായിട്ട് ഗ്രഹിക്കേണ്ടതുണ്ട്. നോക്കൂ, യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിനും ഭൂമിയുടെയും നാഥനായ പിതാവേ. ഓക്കെ, എന്നിട്ട് ഇനി ഇവിടെ മുതൽ നമ്മൾ വരികയാണ്. സ്വർഗത്തിനും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പൊ എന്തോ ഒരു കാര്യം, ഇങ്ങോട്ട് നോക്കൂ. എന്തോ ഒരു കാര്യം ആർക്കും മറച്ചു, വേറൊരു കൂട്ടർക്ക് വെളിപ്പെടുത്തി. ആർക്കാ മറച്ചത്? ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കും നിന്നും മറച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എന്താണ് ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കും മറച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത്? പിതാവായ ദൈവത്തെ പുത്രനായ യേശു സ്തുതിക്കുകയാണ്. ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തെ പുത്രനായ യേശു സ്തുതിക്കുകയാണ്. അപ്പം എന്തോ ഒരു കാര്യം മറച്ചു വെച്ചു. ആ മറച്ചിട്ട് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അല്ലെങ്കിൽ ലൂക്കോസ് സുവിശേഷം നമ്മൾ കണ്ടു, നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന ചെവി ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും വിവേകികളും ഒക്കെ ഇത് കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ രാജാക്കന്മാർക്കും വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ചു വെച്ചത്, അവർക്ക് കാണാൻ കഴിയാതെ പോയത് ഇവർക്ക് കാണാൻ പറ്റിയ അതെന്താണ്? സ്പീഡാണോ? അതെന്താണ്? അതാ ഇവിടെ പറയുന്നത്. ആ കാര്യം എന്താണ്? ആ കാര്യമാണ് 26 പോലെ, അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. ഓക്കെ, അപ്പൊ ആ കാര്യം റിവീൽ ചെയ്യുകയാണ്. ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. ഓക്കെ, സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവ് അല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സായിരിക്കുന്നോ അവനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. സോ നമ്മെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു ചിന്ത ഈശോ പറയുകയാണ്. പിതാവിനെ ആരറിയണമെന്ന് പുത്രൻ തീരുമാനിക്കുന്നു, പുത്രനെ ആരറിയണമെന്ന് പിതാവ് തീരുമാനിക്കുന്നു. അതാണ് ഈ വാക്യത്തിന്റെ ആകത്തുക. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വാക്ക് വിട്ടിട്ട് ഇത് വായിച്ചു നോക്കണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഒന്നുകൂടെ നോക്കുക. അതേ പിതാവ് ഇപ്രകാരമായിരുന്നു എനിക്ക് തരുള്ളൂ, സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സായിരിക്കുന്നു അവനല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. അപ്പൊ പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവർ മാത്രമേ പിതാവിനെ അറിയുന്നുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഇത് ഇച്ചിരി ഒരു ട്വിസ്റ്റ് ഈ വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. അത് കുറച്ച് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇത് സൂം ഫാമിലി സ്ഥിരമായിട്ട് ഇത് കേൾക്കുന്നവരായോണ്ടാണ് ഞാൻ ഒത്തിരി മുഖവര കൂടാതെ അങ്ങോട്ട് ഇതിലേക്ക് കയറി പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. സർവ്വം എന്റെ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതാദ്യം മനസ്സിലാക്കുക. പിതാവ് മുഴുവൻ കാര്യവും പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പം ആർക്കാണോ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അയാളാ തീരുമാനിക്കുന്നത്. അയാളെന്നുള്ള പദം ഒന്നും പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളണ്ട കേട്ടോ. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ആരെ ഇത് അറിയിക്കണം, ആർക്കിത് പറഞ്ഞു കൊടുക്കണം. ആരുടെ കയ്യിലാണോ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം തീരുമാനിക്കുന്നത് ആർക്കിത് പറഞ്ഞു കൊടുക്കണം, ആർക്കിത് പറഞ്ഞു കൊടുക്കാതിരിക്കണം, ആർക്കിത് വെളിപ്പെടുത്തണം, ആർക്കിത് വെളിപ്പെടുത്താതിരിക്കണം. അതാ ഇവിടെ പറയുന്നത്. അപ്പൊ ആരെ പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുന്നു?
പുത്രനെ പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹി ഹാസ് എൻട്രസ് എവ്രിതിങ്, അല്ലെ? പിതാവ് പുത്രനെ എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാ, പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. അപ്പം പിതാവ് നോക്കി, സർവ്വവും എന്റെ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അടുത്ത പറയാ, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനെ അറിയുന്നത് പിതാവാണ്. പിതാവ് പുത്രനെ മുഴുവൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ ലോക്കായി കിടക്കുകയാണ്. അപ്പൊ ഒരാൾ പുത്രനെ അറിയണമെങ്കിൽ പിതാവിനെ അറിയണം, പിതാവിനെ അറിയണമെങ്കിൽ പുത്രൻ പിതാവിനെ അറിയിക്കണം. ഒന്നുകൂടെ സർവ്വം എന്റെ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, പിതാവിനെ അല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്ന പുത്രൻ. അതാണ് നമ്മൾ ആദ്യമേ കാണുന്ന ചിത്രം. രണ്ടാമത്, പിതാവ് അല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രനെ അറിയുന്ന പിതാവ്. അതാണ് രണ്ടാമത്തെ ചിത്രം. ഒന്നാമത്തേത്, എല്ലാം പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന പുത്രൻ. ആദ്യത്തെ പേരിൽ മടക്ക്. എല്ലാം പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന പുത്രൻ. ആദ്യത്തെ പേരിൽ മടക്ക്. ബ്ലെസ്സിങ് നടക്കുന്നില്ല. ഓക്കെ. എല്ലാം പിതാവിനെ, എല്ലാം പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പിതാവ്. ആദ്യത്തെ പേരിൽ മടക്കിയില്ല. രണ്ടാമത്, പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. രണ്ടാമത്തെ പേരിൽ മടക്ക്. പിതാവല്ലാതെ പുത്രനെ ആരും അറിയുന്നില്ല. അത്രയും കിട്ടിയല്ലോ. ഓക്കെ. ഇനി മൂന്നാമത്തെ പറയാ, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സായിരിക്കുന്നു അവനല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. ഈ മൂന്ന് കാര്യം ആദ്യം ഗ്രഹിച്ചല്ലോ. പുത്രൻ ആർക്കാണോ വെളിപ്പെടുത്തി, എല്ലാം, ആദ്യത്തെ എന്തായിരുന്നു? എല്ലാം പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. രണ്ട്, പുത്രനല്ലാതെ ആർക്കും പിതാവിനെ അറിയത്തില്ല. മൂന്ന്, പിതാവിനെ പുത്രൻ ആർക്കെങ്കിലും വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമേ പുത്രനെ മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ആ മൂന്ന് പേരിൽ നിവർത്തോ ഇനി, കേട്ടോ? ഓക്കെ. എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഉപസംഹാരം എന്താണ്? ഈശോയ്ക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ പുത്രനും മാത്രം അറിയാവുന്ന പിതാവിലുള്ള ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഈശോയ്ക്ക് മാത്രം അറിയാവുന്ന പിതാവിലുള്ള ഒരുപാട് രഹസ്യങ്ങൾ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, പിതാവിൽ ഒത്തിരി രഹസ്യങ്ങളുണ്ട്. ഓക്കെ, ആ രഹസ്യങ്ങൾ ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോ അതെന്ത് ചെയ്യാണ്? ഇപ്രകാരമാണ് നിനക്ക് തിരുവുള്ളമായിരിക്കുന്നത്. അതേ പിതാവ് ഇപ്രകാരമാണ് നിനക്ക് തിരുവുള്ളമായിരിക്കുന്നത്. ഇപ്പൊ അതിനി എന്ത് ചെയ്യാൻ പോവാ? തൊട്ട് താഴേക്ക് വായിക്കാം. അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക, അവനല്ലാതെ ആരും അറിയില്ല. 28ാമത്തെ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരും. അപ്പൊ ഇതെന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്? നിങ്ങൾക്കിപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ഈ പറയുന്ന വാക്യം പറമ്പിലെ ജോലിയായിട്ടൊരു ബന്ധമില്ല. ഇവിടെ ഈ പറയുന്ന വാക്യം തൂമ്പ എടുത്ത് കിളയ്ക്കുന്നതുമായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ എന്താ ഇവിടുത്തെ വാക്യം? നോയിങ് ജീസസ് എന്നാണ്. നോയിങ് ഫാദർ ഗോഡ് ത്രൂ ജീസസ്. ഈശോയിലൂടെ പിതാവിനെ അറിയുക. അതാണ് ഈ കോണ്ടെക്സ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന വ്യാഖ്യാനം. അതാണ് എന്റെ വ്യാഖ്യാന രീതി. ഓക്കെ, ഇനി എന്താണ് ഈശോയിലൂടെ, എങ്ങനെയാണ് ഈശോയിലൂടെ പിതാവിനെ അറിയേണ്ടത്? നമുക്ക് ആ വാക്യത്തിലൂടെ തന്നെ നോക്കാം. ഓക്കെ, 28ാമത്തെ വാക്യം മുതൽ, ഓക്കെ, അതിന്റെ അവസാന ഭാഗം ഒരെണ്ണം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അത് ഇതാണ്, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നോ അവരല്ലാതെ ആരും അറിയുന്നില്ല. അപ്പൊ പിതാവിനെ അറിയാനുള്ള ഏക വഴി എന്താണ്? പുത്രനിൽ നിന്ന് പഠിക്കുക, അല്ലെ പുത്രൻ വെളിപ്പെടുത്തി തരിക. ഓക്കെ, ഇനി ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. എന്താണ് രൂക്ഷമായിട്ട് നോക്കുന്നത്? വളരെ സിമ്പിൾ ആയത്, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നോ അവർക്ക് മാത്രമേ പിതാവിനെ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഈ രഹസ്യം ആരുടെ കയ്യിലാ ഉള്ളേ? പുത്രന്റെ കയ്യിലാ ഉള്ളേ. പുത്രനെ എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? പിതാവിനെ അറിയണമെങ്കിൽ ആരിൽ നിന്ന് പഠിക്കണം? പുത്രനിൽ നിന്ന് പഠിക്കണം. പുത്രനിൽ നിന്ന് പഠിക്കാൻ വിളിക്കുക. അതാണ് തൊട്ട് താഴത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അധ്വാനിക്കുന്നവരും, വായിച്ചു 28 മുതലുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഡോക്ടർ, ഇംഗ്ലീഷ് എങ്ങനെയാ? എന്നിൽ നിന്ന് പഠിപ്പീൻ, ലേൺ ഓഫ് മീ ആണ്. ലേൺ ഫ്രം മീ, ലേൺ ഫ്രം മീ അല്ലേ? ഓക്കെ, എന്നിൽ നിന്ന് പഠിക്കുവീൻ. ഇപ്പൊ അതിന്റെ കംപ്ലീറ്റ് ആ രഹസ്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നതാ പുത്രനിൽ നിന്ന് പഠിക്കണ്ടേ?
ഇംഗ്ലീഷ് കിട്ടുമ്പോ ഒന്ന് വായിക്കണേ ഡോക്ടർ. അതെ, എന്നതാണ് പുത്രനീന്ന് പഠിക്കണ്ടേ? അപ്പൊ പുത്രനെ ഒരു കാര്യം പരമേൽപ്പിച്ചിരിക്കുകയാണ്. അതെന്താണ്? പിതാവിന് കിട്ടിയോ? ഇംഗ്ലീഷ് കിട്ടിയോ? Come to me, all who labor and have been burdened. I will refresh you. Take my yoke upon you and learn from me. Learn from me. എന്റെ അടുക്കേന്ന് പഠിക്കുകയും. അപ്പൊ ഒരു കാര്യം നമുക്ക് മേളിൽ നിന്ന് മനസ്സിലായി. എന്താണ്? പുത്രന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, എന്തുണ്ട്? പിതാവിനെ സംബന്ധിച്ചുള്ള നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ പുത്രനിലുണ്ട്. ഇത് പുറത്ത് ഒരിടത്തു നിന്നും പഠിക്കാനും പറ്റൂല. കാരണം പുറത്ത് എവിടെ ഇതില്ല. പുത്രനിൽ നിന്ന് മാത്രം പഠിക്കാൻ കഴിയുന്ന, പുത്രനെ മാത്രം ഭരമേൽപ്പിച്ചിരിക്കുന്ന എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ പുത്രന്റെ കയ്യിലുണ്ട്. എന്നിട്ട് പുത്രൻ പറയുകയാണ്, ഇത് ചുമ്മാ എന്താ പറയണ്ടേ, പ്രസംഗം കേൾക്കാൻ വന്ന് പഠിക്കേണ്ടിയ സംഭവം അല്ല, നുക കേൾക്കണം, കൂടെ നടന്ന് പഠിക്കണം. അതാണ്, ദാറ്റ് ഈസ് ദ മീനിങ്. അതാണ് ഇന്നലെ ഡോക്ടർ അത് വിശദീകരിച്ചും പറഞ്ഞു. അത് നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ അറിയില്ല, ഒന്നുകൂടെ ഞാനത് വേണമെങ്കിൽ ആവർത്തിച്ച് പറയാം. വെൽ ട്രെയിൻഡ് ആയ ഒരു കാളയെയും അധികം പരിശീലിപ്പിക്കപ്പെടാത്ത ഒരു കാളയെയും കൂടെ രണ്ടിന്റെയും കഴുത്തിൽ ഇങ്ങനെ നുകം വെക്കുകയാണ്. ഇവിടെ ഈ ട്രെയിൻഡ് ആകാത്ത കാള ഞാനാണ്. എന്നാൽ പരിശീലിപ്പിക്കപ്പെട്ട കാള എന്ന് പറയുന്നത് എന്നോടൊപ്പം പിതാവിന്റെ നുകം സ്വയസമ്മതനായി വഹിക്കുന്ന പുത്രനാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് ആ പിക്ചർ ഒന്ന് തുറക്കുക. അപ്പൊ ഞാൻ പഠിക്കുകയാണ്. ഏത്? കൂടെ നുകമേറ്റ് ഞാൻ ആരിൽ നിന്ന് പഠിക്കുക? പുത്രനിൽ നിന്ന് പഠിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ എന്റെ കൂടെ ഏറ്റിരിക്കുന്ന ആൾ ആരാണ്? ആളുടെ പ്രത്യേകതയെ പറയുന്നത്, ആള് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. രണ്ടാമത്തെ എങ്ങനെയൊക്കെയായിരുന്നു ആ പോയിന്റ്സ് ഡോക്ടർ? ഞാൻ ശാന്തശീലനും, അതാ ഞാൻ ശാന്തശീലനും ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ മുഖം വഹിപ്പാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാകുന്നു. നുകത്തിന്റെ പുറകിലാണ് ചുമട് വരുന്നത്. കാളെ ഉഴുതാൻ മാത്രമല്ലല്ലോ ഈ നുകം വെക്കുന്നത്. കാള വണ്ടിക്ക് ഇതേ നുകം തന്നെയാണ് വെക്കുന്നത്. ലോഡ് വഹിക്കുന്ന ഒരു കാളയുടെ മേളിലും ഇതേ നുകം തന്നെ വെച്ചാണ് കാളയെ നടത്തുന്നത്. സോ ഉഴുതാണെങ്കിലും ലോഡ് എടുക്കുകയാണെങ്കിലും രണ്ടിടത്തും നമുക്ക് മനസ്സിലാകുകയാണ് എന്ത്? ലേണിംഗ് ഫ്രം ഹിം ആണ്. കാരണം അവിടുത്തെ കയ്യിലുണ്ട് എന്ത്? പിതാവിന്റെ രഹസ്യങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ ആ രഹസ്യത്തെ കുറിച്ചുള്ള അറിവാണ് നമ്മൾ കൂടെ നുകം വഹിക്കുമ്പോൾ നമ്മുടെ കൂടെ നുകം വഹിക്കുന്ന ആളിൽ നിന്ന്, അപ്പൊ അതങ്ങൾ ഒന്നുകൂടെ പറയാം, കൂടെ നുകം വഹിക്കുമ്പോ നമ്മോട് കൂടെ നുകം വഹിക്കുന്ന ആളിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. എന്തൊക്കെ പഠിക്കുക? ശാന്തത. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഈ ഉഴുതുന്ന പരിപാടികളുണ്ട്. അപ്പം ഈ പരുവപ്പെട്ട കാളയും പരുവപ്പെടാത്ത കാളയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഈ പരുവപ്പെട്ട കാളയെ ശരിക്കും പരിശീലിപ്പിക്കാൻ ഈ പരുവപ്പെടാത്ത കാളയുടെ കൂടെയാണ് വിടുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ഈ ട്രെയിൻഡ് കാളയാണ് ട്രെയിൻഡ് അല്ലാത്തതിനെ ട്രെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മെ പോലെ നടന്ന് കാണിച്ച്, നമ്മെ പോലെ ജീവിച്ച് കാണിച്ച്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി live like us, നമ്മെ പോലെ ജീവിച്ച്, നമ്മെ പോലെ നടന്ന്, നമ്മെ പോലെ ജീവിച്ചിട്ട് ഇപ്പം നമ്മോട് പറയാ, വാ എന്റെ കൂടെ നീ ഒന്ന് ശീലിക്കത്. ഞാൻ എങ്ങനെയാണ് എന്നെ എതിർത്ത ശത്രുക്കളോട് റിയാക്ട് ചെയ്തതെന്ന് നീ ഒന്ന് പഠിക്കുക. അപ്പൊ നിനക്ക് ആശ്വാസം കിട്ടും. അതാ അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഒന്നുകൂടെ വായിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം,
ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ. അപ്പം ഈ കർത്താവിന്റെ കൂടെ നുകം വഹിക്കുന്ന ഒരു കാര്യം വ്യക്തമാകുന്നു ഇവിടെ. ഈശോ ഭൂമിയിൽ വന്നപ്പോ കെട്ടഴിച്ചു വിട്ട ഒരു പട്ടം പോലെ പറന്നു നടക്കുകയല്ലായിരുന്നു. മനസ്സിലായല്ലോ? തന്റെ സ്വയ ഇച്ഛയും തന്റെ സ്വയ ആഗ്രഹങ്ങളും മുഴുവൻ ഉള്ളപ്പോഴും he was controlled by the father. പിതാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കപ്പെട്ടുമാണ് ചലിച്ചത്. നമ്മൾ യോഹന്നാൻ സുവിശേഷം എന്റെ കൂടെ പഠിക്കുന്നവരും ഈ സൂം ലൈവ് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അവിടെ ദേവാലയത്തിൽ കൂടാരത്തിരുന്നാളിന് ഇപ്പം നീ പൊക്കോ, ഇപ്പൊ നീ പോ, നിനക്കിത് പ്രസിദ്ധനാകാൻ നല്ല അവസരമാണെന്ന് പറഞ്ഞപ്പോ സഹോദരന്മാര് പബ്ലിസിറ്റി സ്റ്റണ്ടിന് ഈഗോ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തപ്പോഴും അതിന് വിധേയനായില്ല. അവര് പറഞ്ഞ സമയത്ത് ഈശോ കൂടാരത്തിരുന്നാളിന് പോയില്ല. പരസ്യമാകാൻ ചെല്ലാൻ പറഞ്ഞപ്പോ ഈശോ കൂടാരത്തിരുന്നാളിന് പോയത് രഹസ്യമായിട്ടാണ്. നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ 10 പേര് കാണുക ചെയ്യാൻ പറഞ്ഞപ്പോ ഈശോ പോയതും ചെന്നതും വന്നതും എല്ലാം രഹസ്യമായിട്ടാണ്. സോ അവിടെയാണ് നമ്മൾ അറിയുന്നത്, നാട്ടാര് പറയുന്ന അനുസരിച്ചും വീട്ടുകാർ പറയുന്ന അനുസരിച്ചും. കാനായിലെ കല്യാണ നാളിൽ സാക്ഷാൽ പരിശുദ്ധ അമ്മ തന്നെയാണ് പറഞ്ഞത്, മോനെ ഇവർക്ക് വീഞ്ഞില്ല. പക്ഷെ കർത്താവോട് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. മൈ ടൈം, മൈ അവർ, അല്ലെ, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ആ സമയത്തല്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പിതാവ് പ്രവർത്തിക്കുന്നു. ദേവാലയം അടിച്ച് ശുദ്ധിയാക്കി. നാട്ടുകാർ പിടിക്കാൻ വന്നു, വീട്ടുകാർ പിടിക്കാൻ വന്നു. അപ്പൊ പിടിക്കാൻ വരുമ്പോ കർത്താവ് പറയുന്ന ഒറ്റ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എന്റെ പിതാവ് നിശ്ചയിച്ചിട്ടല്ലാതെ, അല്ലെങ്കിൽ എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മള് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ, അല്ലെ 5-ാം അധ്യായത്തിലല്ലേ നമ്മുടെ പക്ഷവാത രോഗിയെ എഴുന്നേൽപ്പിക്കുന്നത്? പക്ഷവാത രോഗിയെ എഴുന്നേൽപ്പിച്ചപ്പോഴ് അവിടെ ശാബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഈശോ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പദം, ഞാനിപ്പോ ചിലപ്പോൾ അത് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ആയി പോകും. അതുകൊണ്ട് ഇവർക്ക് ചിലപ്പം ക്വസ്റ്റ്യനും ആൻസറും കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് വിട്ടു. ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ ഈശോ പ്രവർത്തിച്ചത് പിതാവ് പ്രവർത്തിച്ച അതേ രീതിയിലാണ്. അതിനപ്പുറം ഇപ്പുറം ചലിച്ചിട്ടില്ല. അപ്പൊ ഇത് ശരിക്കും നുകത്തിന്റെ കീഴിലുള്ള ഒരു ജീവിതം എന്തുവാന്ന്, ഇങ്ങോട്ട് നോക്ക, എന്നതാന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. പിതാവിന്റെ നുഖത്തിന്റെ കീഴിൽ, ഇങ്ങോട്ട് നോക്ക്, പിതാവിന്റെ നുഖത്തിന്റെ കീഴിലുള്ള ജീവിതം എന്തുവാന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം അവിടെ നുകം പലപ്പോഴും ഭാരമായിട്ട് ഈശോയ്ക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കഴിവെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണേ. അതുകൊണ്ടാണ് പിതാവിന്റെ ഹിതം നിറവേറ്റിയ പുത്രന്റെ നുഖമാണ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത്. അത് ഒന്നുകൂടെ പറയാം. നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത് പിതാവിന്റെ ഹിതം നിറവേറ്റിയ പുത്രന്റെ നുഖമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ലൈറ്റ് ആണ്, നിങ്ങൾക്ക് ഇത് വഹിക്കാൻ പറ്റൂന്ന് പറഞ്ഞു. എനിക്കത് അൺബെയറബിൾ ആയിരുന്നു. ജീസസിന് നുകം വഹിക്കാൻ പാടായിരുന്നു. ദൈവപുത്രനായിരുന്നിട്ടും കൂടെ കുരിശിൽ ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ ശുശ്രൂഷിക്കേണ്ടി വന്നു. നിങ്ങളത് കേൾക്കുന്നതെന്ന് ചിന്തിക്കുന്നു. And he was the son of God. At the same time, angels were serving them. അതെന്റെ ആവശ്യം വന്നു. കാരണം അത്രയ്ക്ക് കഴിയുമെങ്കിൽ, ജീസസിന്റെ പ്രയർ ഓർമ്മയില്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണേ. അപ്പൊ നമ്മൾ ഓർക്കുക, ഇന്ന് നമ്മൾ വഹിക്കുന്ന നുകം മൃദുവായത് അല്ലെ ലഘുവായത്. അത് വായിക്കാമോ? അത് മാത്യു 11. ഓ മൈ ഗോഡ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നോക്ക, ഈശോ വഹിച്ച പിതാവിന്റെ നുകം ഇതല്ല, ഭാരമുള്ളതും ചുമക്കാൻ പാടുള്ളതും ലഘു കട്ടിയായതുമായിരുന്നു. പക്ഷേ ലേൺ ഫ്രം മീ, എന്റെ പഠിക്കുക. ടുഡേ ദ യോക്ക് ഈസ് ലൈറ്റ് because Jesus, the Son of God, was fulfilled the demand of the Father. അത് ചിലപ്പോൾ ഡോക്ടർ നല്ലതായിട്ട് പറയുമായിരിക്കും. Because Jesus has done the heavy lifting, now that the yoke is become easy and light, so that we can bear when we yoke with him.
ഒന്നുകൂടെ പറ. അതാ Because Jesus has lifted the heavy weight on the cross, and after resurrection, the weight has become easy and light. Now, when you yoke to him, our burden becomes easy and light when you yoke to him. യേശു നുകം വഹിച്ചത് കൊണ്ടാണ് എന്റെ നുകം. അതിങ്ങനെ ഒരു പിക്ചർ വേണമെങ്കിൽ പറഞ്ഞാൽ ശരിയാവും നോക്ക് ഡോക്ടറെ. അതായത് ഇങ്ങനെ, ഐ മീൻ എലാബറേറ്റ് ചെയ്ത് നോക്കിയാൽ, അതായത് ഈ നുകത്തിന്റെ ഭാരം മുഴുവൻ ഇരിക്കുന്നത് ഈശോയുടെ തോളിലാണ്. അതിന്റെ സൈഡ് മാത്രമേ എന്റെ മേളിൽ വരുന്നുള്ളൂ. ദ മെയിൻ വെയിറ്റ് ബെയർ ചെയ്യുന്നത് കയറി നിന്നാണ്. അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ തത്വം ഞാനിത് ഇങ്ങനെ നോക്കിയതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ തേനി കമ്പം റൂട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ അവിടെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിനൊത്തിരി സംഭവമുണ്ട്. ഞാനിത് ഇതിന്റെ കാളയുടെ അടുത്ത് പോയി ഈ സംഭവം കാളശാസ്ത്രം അല്ല കേട്ടോ, ഇതെന്നാ അറിയോ? അതായത് ഇതിന് തെരഞ്ഞെടുക്കുന്ന ഈ ഓക്സ്, ഈ കാള രണ്ടും ഒരേ ഹൈറ്റിലുള്ളതായിരിക്കും. അതാണ് ഇതിന്റെ ഫസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് നോക്കുന്നത്. അതായത് സെയിം ഹൈറ്റ് ആയിരിക്കും. നോക്കി, ഇപ്പൊ ഞാൻ കൈ പിടിക്കും, സെയിം ഹൈറ്റ് ആണ്. സോ ദാറ്റ് എന്ത് വെയിറ്റ് കൊടുത്താലും 2 പേർ കൂടി ആയിരിക്കും. ഇഫ് ഇതിന് ഇച്ചിരി, ഈ കാളയ്ക്ക് ഇച്ചിരി പൊക്കം കൂടുതലും മറ്റേ ഇച്ചിരി പൊക്കം കുറവാണെങ്കിൽ വെയിറ്റ് കൂടുതൽ ഈ പൊക്കം കൂടുതലുള്ളതിന്റെ മേളിലായിരിക്കും. മറ്റേത് അതിന്റെ അകത്ത് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. സംടൈംസ് നിങ്ങളിപ്പം ഈ തമിഴ്നാട്ടിൽ ഒത്തിരി ഉണ്ട് ഇപ്പൊ ഇത് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കമ്പം തേനി ബോഡി ഭാഗങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാം. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് വലിക്കുന്ന ഈ കുമളിയിൽ നിന്നൊക്കെ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. എന്റെ കയ്യിൽ അതിന്റെ കുറെ പിക്ചേഴ്സ് ഉണ്ട്. ഞാൻ ഷെയർ ചെയ്യണ്ട, സമയമെടുക്കും. ഓക്കെ, അപ്പം സ്ഥിരമായിട്ട് വലിക്കുന്ന ഈ വലത്തെ കാള, ഈ റൈറ്റ് സൈഡിലുള്ള കാള ഏതെങ്കിലും ദിവസം കിടന്നുപോയോ, അല്ലെ കുളമ്പ് രോഗമോ എന്തെങ്കിലും രോഗം വന്ന് ചത്തുപോയിന്നിരിക്കട്ടെ, മരിച്ചുപോയെന്നോ, എന്ത് ദിവംഗതനായിരുന്നോ, നിര്യാതനായിരുന്നോ, എന്തു ആയിക്കോട്ടെ. ഇനിയിപ്പോ മൃഗസ്നേഹികളായി ചത്തുപോയെന്ന് ബ്രദർ പറഞ്ഞ് ശരിയായില്ലെന്നും പറഞ്ഞ് എന്റെ പറയാൻ വന്നേക്കര്, ആ ദിവംഗതനായിന്നിരിക്കട്ടെ. ഓക്കെ, കാള ദിവംഗതനായാൽ അടുത്ത പോസ്റ്റിലേക്ക് ഈ സെയിം ഹൈറ്റ് ഉള്ള കാളയെ കിട്ടാൻ ചില സമയങ്ങളിൽ ടൈം എടുക്കും. എന്ന് പറഞ്ഞാൽ ഈ സെയിം വലിപ്പമുള്ള കാളയെ കിട്ടാൻ വേണ്ടി സംടൈംസ് ടൈം എടുക്കും. അപ്പൊ ഈ ടൈം എടുക്കുന്ന സമയം വരെ ആ കാളക്കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരെണ്ണത്തെ കയറ്റിവിടും. അപ്പൊ ആ കയറ്റി വിടുമ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, സൈഡിൽ നോക്കിയാൽ അറിയാം, ഇപ്പുറം പൊക്കം കൂടുതലും അല്ലെങ്കിൽ ഈ പുതുതായിട്ട് വന്നതിന് പൊക്കം കൂടുതലും ആദ്യം ഉള്ളതിന് പൊക്കം കുറവായിരിക്കും. ഈ ബാലൻസിൽ കറക്റ്റ് പോകത്തില്ല. കറക്റ്റ് ഇപ്പം നോക്കിയാല് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നുകത്തിൽ ഹൈറ്റ് കൂടി നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, എൽഡർ ബ്രദറെ, പ്രോട്ടോട്ടോക്കോസേ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ഹൈറ്റ് കൂടിയ പോർഷനിൽ നിൽക്കുകയാണ്. ഹൈറ്റ് കൂടിയ പോർഷനിൽ നിൽക്കുന്നതുകൊണ്ട് നുകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മേൽ ഉണ്ട് താനും, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല താനും. പക്ഷെ ഭാരം മുഴുവൻ ഉള്ളത് ആരുടെ മേലാണ്? ഈശോയുടെ നുകത്തിന്റെ മേളിലാണ്, ഈശോയുടെ തോളിലാണ്, ഈശോയുടെ കഴുത്തിലാണ് ഭാരം മുഴുവൻ ഉള്ളത്. ഞാൻ അതിന്റെ കീഴിലാണ്. അത് ഡിസിപ്ലിൻ ആണ്. അത് ഭാരം എടുക്കാൻ വേണ്ടിയല്ല, ബട്ട് അതെങ്ങനെയാ പറയണ്ടേ, അതൊരു ഡിസിപ്ലിൻ ആണ്. എന്നെ അതിന്റെ കീഴിൽ നിർത്തിയിരിക്കുന്നത് എന്നാത്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ഫോർ ദി ട്രെയിനിങ് ആണ്. അതാ കറക്റ്റ് വാക്ക്. ട്രെയിനിങ്, ഡിസിപ്ലിൻ അല്ല, ട്രെയിനിങ് ആണ്. ദാറ്റ്സ് ഫോർ ദി ട്രെയിനിങ് ആണ്. അപ്പം വെയിറ്റ് മുഴുവൻ അവിടെ. അതുകൊണ്ടാണ് ഈശോ എടുത്തു പറയുന്നത്. 11-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യം ഞാൻ എടുത്തു വരുന്നു. ഒരു മിനിറ്റ്. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പം 3 അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കാം. ഒന്ന്, ഈ നുകമേ തന്നെ യേശുവിന്റെ ആണ്. യോക്ക് ഇറ്റ്സെൽഫ്, that belongs to Jesus. അത് യേശുവിന്റെ, he is the owner of that yoke. ഓക്കെ. ഇനി രണ്ടാമത്തെ അർത്ഥം ശ്രദ്ധിക്കുക, നമ്മുടെ കൂടെ ഈ യോക്ക് സ്വീകരിച്ചിരിക്കുന്ന ആളെ യേശുവാണ്. മൂന്നാമത്തെ അർത്ഥം ശ്രദ്ധിക്കുക, ഈ യോക്കിന്റെ ഈ വെയിറ്റ് ഉള്ള ഭാഗം ഈശോയുടെ തോളിലായിരുന്നു. ഈശോ അത് ചുമന്നത് കൊണ്ടാണ് എനിക്കിന്ന് വേറെന്താ ഇതിന് നല്ല മലയാളം? ചുമന്നത് എന്നുള്ളതിന് റെഡ് എന്നുള്ള മീനിങ് എടുക്കല്ലേ, വേറെ നല്ല
വഹിച്ചതുകൊണ്ട്. എക്സാക്ട്ലി, വഹിച്ചത് കൊണ്ട് ഇപ്പൊ എന്റെ ഭാരം അത് ലൈറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സാഹചര്യം, അങ്ങനെ തന്നെ പറയാം, ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും ഈച്ച് ആൻഡ് എവറി സർക്കംസ്റ്റാൻസസ് വി ഗോ ത്രൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ്. പക്ഷെ അവിടെ വെയിറ്റ് കുറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ശരിക്കുള്ള വെയിറ്റ് അതിനില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് യു ക്യാൻ ഗോ ത്രൂ, അതിലകത്തൂടെ പോകാൻ പറ്റും. നിങ്ങൾ വഴി തളരത്തില്ല. കഷ്ടമില്ലെന്നല്ല, ആ കഷ്ടം എനിക്ക് കിട്ടിയത് ലൈറ്റ് ആയിട്ടാണ്. ഐ ക്യാൻ ബെയർ, എനിക്കത് വഹിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം റോമിൽ കൈസർക്ക് അഭയം ചൊല്ലി, ഓക്കെ, എനിക്ക് എപ്പോഴും ഉദാഹരണം അതാ പറയാൻ ഇഷ്ടം. റോമിൽ കൈസർക്ക് അഭയം ചൊല്ലി കള്ളന്മാരുടെ കൂട്ടത്തിൽ കപ്പലെ കൊണ്ടുവരുക. ആരെ? പൗലോസ് സ്ലീഹയെ. റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് അവിടുത്തെ ദേശാധിപതികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ശിരച്ഛേദം ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റോമൻ നിയമമാകുന്ന ക്രൂശീകരണം ഒരു കാരണവശാലും പൗലോസിന് കൊടുക്കാൻ പറ്റില്ല, കാരണം റോമൻ സിറ്റിസൺ ആയതുകൊണ്ട്. അപ്പം റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് സീസർ മഹാരാജാവ് വിധിക്കണം. അപ്പം പ്രവശ്യകളിൽ നിന്ന്, സ്റ്റേറ്റ്സിൽ നിന്ന് കൊണ്ടുവരികയാണ്, സംസ്ഥാനങ്ങളിൽ നിന്ന് ന്യൂഡൽഹി കൊണ്ടുവരികയാണ്. എന്തിനാണ്? പ്രധാനമന്ത്രിക്കാണ് അല്ലെങ്കിൽ രാജാവിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അഭയം ചൊല്ലിയിരിക്കുന്നത്. സോ സീസർ ഹാസ് ടു ഹാൻഡിൽ ഈ ഇഷ്യൂ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ കൊണ്ടുവരുന്നത് കടൽ വഴി, ആദ്രായ കടല്. ഓക്കെ, ആദ്രായ കടൽ വെച്ച് ഈ കപ്പൽ തകരുകയാണ്. കപ്പൽ തകർന്നു, എല്ലാരും നിലവിളിക്കുന്നു. ഈ മനുഷ്യൻ മാത്രം പറയുകയാണ്, എന്റെ ഉടയവനെ ഞാൻ സേവിച്ച് നിൽക്കുന്നവനായ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കപ്പലിനും ചരക്കിനും അല്ലാതെ ഇതിനകത്ത് ഒരാൾക്ക് പോലും ദോഷം വരികയില്ല. സി, എല്ലാരും അതേ അവസ്ഥയിലൂടെയാ കടന്നു പോകുന്നേ. പക്ഷേ ഇദ്ദേഹത്തിന് എല്ലാരും കരഞ്ഞതുപോലെ കരയാൻ പറ്റുന്നില്ല, അല്ലെ കരയുന്നില്ല. നോക്കാം, സെയിം സർക്കംസ്റ്റാൻസസ് ആണ്, അവസ്ഥയെല്ലാം ഒരുപോലെ, കൂടെ ഉള്ളവരെല്ലാം നിലവിളിക്കുകയാണ്. പക്ഷെ ഈ ഒരു മനുഷ്യൻ മാത്രം വളരെ ലൈറ്റ് ആയിട്ട് കാണുന്നു. കാരണം ഇദ്ദേഹത്തിന് ഇത് കിട്ടുന്നത്, ഇനി ഞാൻ ഇങ്ങനെ ഇത് കാണിച്ചിട്ട് പറയാം, ഇദ്ദേഹത്തിന് ഇത് കിട്ടുന്നത് ലൈറ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ലൈറ്റ് ആയിട്ട് ഇതിനോട് പ്രതികരിക്കുന്നത്. എല്ലാരും നെഞ്ചത്തടിക്കുന്ന പോലെ നീ എന്നെ നെഞ്ചത്തടിക്കാതെ, നിങ്ങളുടെ മേൽ ആ വെയിറ്റ് വരുന്ന പോലെ എന്റെ മേൽ ആ വെയിറ്റ് വരുന്നില്ല. അതാണ് ട്രൂ. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ പറയാണ്, കർത്താവ് എന്നെ ഇതിൻ്റെ അകത്ത് രക്ഷിക്കണേ. ഓക്കെ, ഓഫ് കോഴ്സ് ദൈവം രക്ഷിച്ച കഥകള് അല്ലെങ്കിൽ ജീവിതം സത്യങ്ങള് നമുക്ക് ഒരുപാട്. നിഷ കമന്റ് ബോക്സിൽ എഴുതുന്നു, ഗോഡ് ഇറ്റ്. താങ്ക് യു നിഷ. ഐ എം സ്ട്രഗ്ലിങ്. ഞാനിതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യാൻ. ഓക്കെ, പൗലോസ് പറയുന്നത് പ്രസവവേദനപ്പെടുന്ന. അപ്പം അത്രയൊന്നും ഇല്ല കേട്ടോ എനിക്ക്. ഇത് മനസ്സിലായില്ല, ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത്രയുള്ള ബേർഡൻ ഒന്നും അല്ല എനിക്ക്. അവർക്കത് ഭയങ്കര വെയിറ്റ് ആണ്. അവർ പറയുന്നു, അയ്യോ ഇത് പയറ്റുന്നില്ലേ, എന്റെ ദൈവമേ ഞാൻ തീർന്നു പോകുന്ന തോന്നുന്നേ, എന്റെ ബ്രദറെ തളർന്നു, തീർന്നു, അയ്യോ എന്റെ ദൈവമേ വയ്യേ, അയ്യോ ഇവനെയും കൊണ്ട് മടുത്തേ, ഇവളെയും കൊണ്ട് മടുത്തേ, ആ ജോലിയും കൊണ്ട് മടുത്തേ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇതുവരെ തന്നെ ഇങ്ങനെ പറയുന്നേ, ഇങ്ങനെ മടുക്കുന്നേ. കാരണം നമ്മൾ മടുക്കുന്നില്ല. സത്യത്തിൽ അവര് മടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. അതാണ് അവര് മടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ആരാ ഒരാൾ അഡ്മിറ്റ് ചെയ്തിട്ട്? ബിബിൻ പറ, കാരണം എന്താണ്? ബിബിനെ അഡ്മിറ്റ് ചെയ്യും. ഞാൻ സൂമുകാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുക. സോ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് വേണം. ബിബിനെ എന്തുകൊണ്ട്? കാരണം നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. കാരണം അവർക്കത് ഭാരമാണ്. കാരണം അവർക്ക് അതിന്റെ ഫുൾ വെയിറ്റ് കിട്ടിയിരിക്കുന്നു. നമുക്കത് ഭാരമല്ല. കാരണം വി ബിലീവ് ഇൻ ദി ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. യേശു എന്റെ കൂടെ അതിനെ മെയിൻ പോർഷൻ വഹിച്ചു എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്കത് ലൈറ്റ് ആയിട്ട് തോന്നുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Only Paul does not feel the
സ്ട്രെസ് ഓഫ് ദി ബ്രോക്കൺ ഷിപ്പ്. ഇവിടെ എഴുതിയതാ കേട്ടോ. ഓക്കെ, ഞാനത് ജസ്റ്റ് വായിച്ചെന്നാണ്. നമ്മുടെ നിഷ ഇവിടെ കമന്റ് ബോക്സിൽ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരാള് ഇപ്പൊ ഒരാൾ പ്രെയർ ലൈനിൽ വർക്ക് ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്. ഒരാൾ വിളിച്ച് നമ്മളോട് പറയും, എന്റെ ബ്രദറെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരോട് പറയേണ്ടത്, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അതിന് കാരണം സഹിക്കാൻ പറ്റും. ഇല്ല, ഞാൻ ആ ഫോൺ കോൾ കേട്ട ഉടനെ എന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. ഞാൻ എന്ത് ചെയ്തു, ബോധം കുറച്ച് സമയത്തേക്ക് എനിക്ക് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും തോന്നിയില്ല. ഞാൻ ആകെ അങ്ങ് തളർന്നു പോയി. അപ്പൊ വെയിറ്റ് മുഴുവൻ നമ്മുടെ മേലെ. അതുകൊണ്ടാണ് അത് നമ്മളെ അങ്ങനെ ക്ഷീണിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ മേൽ ലൈറ്റാണ്. ഏത് കാര്യം വരുമ്പോഴും എല്ലാരും കേൾക്കുക. ആ ഭാരം നമ്മുടെ മേൽ വരുമ്പം അത് ലഘുവാണ്, അത് ലൈറ്റാണ്. കാരണം അതിന്റെ ഹെവി പോർഷൻ ജീസസ് ആണ് ബെയർ ചെയ്യുന്നത്. ജീസസിന്റെ കൂടെയാണ് നമ്മൾ യോക്ക് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലൈറ്റ് ഫോർ യു ആൻഡ് യു ആർ ലേണിംഗ് എ ലൈഫ് ഫ്രം ഹിം. വാട്ട് ലൈഫ്? ദ മിസ്റ്റീരിയസ് ലൈഫ്. ദ മിസ്റ്റീരിയസ് ലൈഫ്. പിതാവിന്റെ രഹസ്യത്തെ പുത്രൻ അറിയുന്നു. ഈ കൂടെ നടപ്പിൽ പിതാവിന്റെ രഹസ്യം പുത്രൻ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ലേൺ ഫ്രം മീ. When you are carrying my yoke, you will be meek. Yoke will make you meek. My yoke will make you meek. My yoke will never make you proud. Pride ആക്കിട്ട് നിങ്ങളെ മാറ്റത്തില്ല. My yoke will make you meek. മേക്കിനെക്കാട്ടി നല്ലത് my yoke will train you meek. Train you meek. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാവേൽ എറിഞ്ഞ് നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തരേണ്ട വരും. ബ്ലെസ്സിങ് എല്ലാം സ്കൂളിലൊക്കെ കറക്റ്റായിട്ട് പഠിച്ചോണം കേട്ടോ. അവനിന്ന് എവിടെ ഇരുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കുക. അവനിന്ന് മിക്കവാറും മുഖമൊക്കെ ഏറ്റോണ്ടേ പോകത്തോളം തോന്നി. ട്രെയിനിങ് ആണ് യോക്ക്. യോക്ക് യോക്ക് His yoke will make you, train you to be meek. അതാണ് എങ്ങനെ സൗമ്യനാകാൻ പറ്റുമെന്ന് ഈ നുകം നമ്മളെ പഠിപ്പിക്കും. ഭയങ്കരമായി ഇത് ഭയങ്കര ഒരു മിസ്റ്ററി. ഡോക്ടർ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇത് നിർത്തരുത്. ഈ ടോപ്പിക്ക് നിർത്തരുത്. യു ഹാവ് ടു കണ്ടിന്യൂ ദിസ്. നമുക്കൊരു 1 വീക്കിലേക്കുള്ള സ്റ്റഫ് ഉണ്ട് ഇതിനകത്ത്. ഭയങ്കര എനിക്ക് അത് ഭയങ്കരമായിട്ട് തന്നെ എക്സൈറ്റഡ് ആക്കുന്നു ഈ ഒരു പോർഷൻ. ഇതിന്റെ അർത്ഥം ഒന്ന് കാണുക. അതുകൊണ്ടാണ് കർത്താവ് ഇത് എടുത്തു പറയുന്നത്. ഞാൻ ഇനി ഇത് വായിക്കാം, നിങ്ങൾക്കപ്പം മനസ്സിലാകും. അവനും പുത്രനല്ലാതെ ആരും പിതാവിനെ ഗ്രഹിക്കുന്നില്ല. അപ്പം പിതാവിൽ രഹസ്യങ്ങളുണ്ട്, പിതാവിൽ ലെസൺസ് ഉണ്ട്. അതാ കറക്റ്റ് വാക്ക്. പിതാവിൽ ലെസൺസ് ഉണ്ട്. പിതാവിൽ സിലബസ് കറക്റ്റ് വാക്കായിരിക്കുമോ? പിതാവിൽ പഠിക്കാനുള്ളതുണ്ട്. എന്നാ അതിന് പറയുന്നത്? പിതാവിൽ കരിക്കുലം ഉണ്ടോ അതോ വാട്ടോ? പുത്രനിൽ ഉണ്ട്. പുത്രനിൽ പഠിക്കാനുള്ളതുണ്ട്. പുത്രനിൽ പോർഷൻ ഉണ്ട്. പുത്രനിൽ കണ്ടന്റ് ഉണ്ട്. പുത്രനിൽ സിലബസ് ഉണ്ട്. പുത്രനിൽ എല്ലാം ഉണ്ട്. ഓക്കെ, സോ ലേൺ ഫ്രം ഹിം. അവനിൽ നിന്ന് പഠിക്കുക. അതാ പറയുന്നത്. അവനിൽ നിന്ന് പഠിക്കുകയും. 28ാമത്തെ വാക്ക്, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുള്ളവരെ. ഇതിന്റെ ഈ മീനിങ് പറയാം. ഈ ലേണിംഗ് ഫ്രം ക്രൈസ്റ്റിന്റെ പുറത്ത്, അതായത് ഓക്കെ, ഇങ്ങനെ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ. റെഡിയാണോ? ഒന്ന് ഫ്രീ ആയിക്കേ. ഓക്കെ, കൈകൊട്ടി ഫ്രീ ആകാനാ പറഞ്ഞേ. കൈകൊട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾ റിലാക്സ്ഡ് ആവും. ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്തോളൂ. അതാ. ഓക്കെ. ഈ ജീസസിന് പുറത്ത് എല്ലാം നമ്മുടെ അധ്വാനത്താലാണ്. ജീസസിനകത്ത് എല്ലാം ഈശോയുടെ അധ്വാനത്താലാണ്. അതാണ് ആ ഡിഫറൻസ്. ജീസസിന് പുറത്തെ എല്ലാം വർക്കും ജീസസിൽ എല്ലാം ഫെയ്ത്തുമാണ്. ഓഫ് കോഴ്സ് ആ ഫെയ്ത്തിന് വർക്കും ഉണ്ട്, വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. അപ്പൊ ജീസസ് പറയാണ്,
പുറത്ത് കിടന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? സൗമ്യരാകാനും ശാന്തശീലരാകാനും എല്ലാം ഉരുട്ടിയിട്ട് പിടിക്കുക, അധ്വാനിച്ചോണ്ടിരിക്കുക. ഇത് ചെയ്താൽ ശാന്തനാകാൻ പറ്റുമോ, അത് ചെയ്താൽ ശാന്തനാകാൻ പറ്റുമോ, ഇങ്ങനെ വീക്കാകാൻ പറ്റുമോ? നോ 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 നോ. ഈ പ്രൊഡക്റ്റ് പുറത്ത് കിട്ടില്ല. പ്രൊഡക്റ്റ് അല്ല, കറക്റ്റ് വാക്ക് എന്നാ പറയണ്ടേ? ഈ പാഠം പുറത്ത് പഠിപ്പിക്കുന്നില്ല. ഈ സിലബസ് പുറത്തില്ല, ഈ ലെസൺ പുറത്തില്ല. ഇത് ഈ നുക ഏറ്റു മാത്രം പഠിക്കാൻ പറ്റുന്ന ലെസൺ ആണ്. ഈ നുക ഏറ്റു മാത്രം പഠിക്കാൻ പറ്റുന്ന അധ്യായമാണ്. ഇതിന് പുറത്തില്ല. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ പുറത്തു കിടന്ന് എത്ര അധ്വാനിച്ചാലും ഞാൻ ഇന്ന് മൂലം ശ്രമിക്കുകയാണ് എന്റെ ഇമോഷൻസിനെ ഒക്കെ പിടിച്ചടക്കി. അതാ ഫാരസീസ് ചെയ്തേ. അവര് കണ്ണടച്ച് നടന്നു. എന്തിനാ? കണ്ണ് തുറന്നാൽ എന്ത് വരും? പാപം വരും. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഇടിച്ചു വീഴും. അന്ന് അങ്ങനെയുള്ളവരെ മുറിവേറ്റ പരീശൻ എന്ന് വിളിക്കുന്നേ, വൂണ്ടഡ് ഫാരസി. അപ്പൊ സ്ത്രീയെ നോക്കിയാല് കാമം അല്ലെങ്കിൽ ക്രോധം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാ മതി? കണ്ണ് കാണണ്ട, കണ്ണ് തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിന്ത വരാലോ ഈ സൂത്രം. കണ്ണ് തുറക്കണ്ട. ജെയിംസ് ശരിയാണോ ഞാൻ പറഞ്ഞ അല്ലെ? ഇതല്ലേ, കണ്ണ് തുറക്കേണ്ട ആവശ്യമില്ല. പാപം വരാൻ കണ്ണ് തുറക്കണം, ചിന്ത വന്നാ മതി. അതുകൊണ്ടാണ് ജീസസ് അതിനെ പറയുന്നത്. ജീസസ് അത് പാപത്തെ ഡിഫൈൻ ചെയ്തപ്പം അവര് പറഞ്ഞ ആക്ഷൻ ആ പാപം എന്ന്. ആര്? മോസസും കൂട്ടരും പറഞ്ഞു ആക്സസ് ആ പാപം എന്ന്. ജീസസ് പറഞ്ഞു ഡീഡ്സ് ആണ് പാപം, മോഹമാണ് പാപം. മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നേ. ഇമോഷൻസ് അവിടെയാ, ചിന്തയിലാ വരുന്നേ. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ശാന്തനാകാൻ പറ്റുന്നില്ല. ശാന്തനാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അധ്വാനിക്കുകയാണ്. കർത്താവ് വിളിക്കുക, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ശാന്തനാണോ? ഇങ്ങോട്ട് വാ, എന്റെ അടുത്തോട്ട് വാ, എന്റെ നുകവേക്ക്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. കർത്താവ് അങ്ങ് അവിടെ നിന്നോ, ഞങ്ങൾ ഇവിടെ ശാന്തനാകാൻ വേണ്ടി ഒന്ന് പഠിക്കട്ടെ. നോ, ശാന്തതയുടെ ഉറവിടവും ശാന്തതയുടെ പ്രതിഫലനവും ശാന്തതയുടെ ആകത്തുകയും ഞാനാണ്. ഹല്ലേലൂയ. എന്റെ അടുക്കൽ നിന്ന് പഠിപ്പീൻ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, ഞാൻ നിങ്ങളെ വഹിക്കാം. കർത്താവിനെ മാറ്റിവെച്ച് ശാന്തനാകാൻ പോകുന്നത് ഏതിനോട് താരതമ്യപ്പെടുത്താം? ഏതിനോട് താരതമ്യപ്പെടുത്താം? ഏതിനോട് താരതമ്യപ്പെടുത്താം? കർത്താവിനെ മാറ്റിവെച്ച് ശാന്തനാകാൻ പോകുന്നത്. ലേൺ ഫ്രം ഹിം. അവനിൽ നിന്ന് പഠിക്കാതെ ഇപ്പുറത്ത് നിന്ന് ശാന്തനാകാൻ വേണ്ടി എന്ത് ചെയ്യുക? മൈൻഡ് എക്സസൈസ് ചെയ്യുകയാണ്. ഓക്കെ, ഈഗോയാണ് പ്രശ്നം. സംടൈംസ് സൂപ്പർ ഈഗോ വരുന്നുണ്ട്. ഈഗോ കയറി സൂപ്പർ ഈഗോയുമായിട്ട് ക്ലാഷ് ആകുമ്പോഴാണ് എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ വൈകാര്യത പോകുന്നത്. അപ്പം ഈഗോയെയും സൂപ്പർ ഈഗോയെയും ഇടിച്ചിടണമെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ മൈൻഡിനെ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരിശീലനത്തിന് പോകണം. അതിന് മൈൻഡിനെ കുറിച്ച് ആദ്യം പഠിക്കണം. മൈൻഡിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരുടേത് വായിക്കണം. മനഃശാസ്ത്രജ്ഞന്മാർ അവരൊക്കെ മനസ്സിനെ ഇങ്ങനെ ഇട്ട് അമാനമാണ്. മനഃശാസ്ത്രജ്ഞരോട് ചോദിക്കേ, അവര് പറയും എന്റെ പൊന്നെ ഈ സൂത്രത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ പാടുപെടുക, കേറിപ്പോകുന്ന ഈ ചിന്തയെ ഒന്ന് ഒതുക്കാൻ ഇവിടെ കിടന്ന് ഞങ്ങളും അന്നേരം നമുക്ക് മനസ്സിലാവും വ്യക്തിപരമായ ജീവിതത്തില് അവരെ പോയി പരിശീലനം നടത്തി കഴിഞ്ഞാൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയും മനസ്സിന്റെ ശാസ്ത്രജ്ഞരൊക്കെയാ ഞങ്ങൾ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ സൂത്രത്തെ ഇപ്പോഴും ഞങ്ങളുടെ പിടിയിൽ കിട്ടുന്നില്ല. അപ്പം ഇതാരീന്ന് പഠിക്കണം, ഇതിന്റെ ഉടമസ്ഥനെന്ന് പഠിക്കണം, ഇതിന്റെ കേട് പരിഹരിക്കാൻ കഴിയുന്നവനെന്ന് പഠിക്കണം. അവൻ വിളിക്കുക നമ്മളെ, വാ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുത്തോട്ട് വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഞാൻ ആ ഭാഗം വായിക്കാൻ പോവാം. മത്തായി സുവിശേഷത്തിന്റെ 11 അധ്യായത്തിന്റെ 28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഡിസ്റ്റർബ്ഡ് സോൾസ്, അതാണ് അവിടുത്തെ ആദ്യത്തെ പരാമർശം. ഡിസ്റ്റർബ്ഡ് ആണ്. എന്തിലാണ്? ചില ആൾക്കാർ അങ്ങനെയാണ്,
ഏതിലാണ് ഡിസ്റ്റർബൻസിന്റെ കാരണം അറിയില്ല, പക്ഷെ ഡിസ്റ്റർബ്ഡ് ആണ്. ഇങ്ങനെ കേൾക്കുന്നവർ ചിലപ്പോൾ അങ്ങനെയുള്ളവർ കാണാം. ബ്രദർ, ഇഫ് യു ആസ്ക് മീ, ഐ കാൺട്ട് ഫോക്കസ് ഇൻ എ പർട്ടിക്കുലർ തിങ്. ഒരു പ്രത്യേക കാര്യകാരണമായിട്ട് പറയാനില്ല, പക്ഷെ എന്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്. അതാണ് ഒന്നാമത്തെ അവസ്ഥ. എവിടൊക്കെ ഒരു അസംതൃപ്തി, എന്തൊക്കെയോ എന്നെ ഇങ്ങനെ അലട്ടുന്നു. എനിക്കെല്ലാം ഉണ്ട്, ഓക്കെ, ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ അതാ പറയുന്നത്, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, നിങ്ങൾ കൂളാകും, നിങ്ങളുടെ BP നോർമൽ ആവും. ഓക്കെ, അതിനെ കേൾക്കുന്ന ഉടനെ കട്ടിൽ കീഴെ നിങ്ങൾ കയറില്ല, നിങ്ങൾ തളരത്തില്ല, നിങ്ങൾ തകരത്തില്ല. കാണുന്ന കാഴ്ചയ്ക്കോ കേൾക്കുന്ന കേൾവിക്കോ നിങ്ങളെ തളർക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അവിടുന്ന് രണ്ടാമത്തേത് വരുന്നത്, നിങ്ങൾക്ക് അധ്വാനിക്കുന്ന ഒരു ഭാരം ചെയ്ത് നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയും. നമ്മൾ പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നലെ ഡോക്ടർ ഫോക്കസ് ചെയ്ത് നമ്മളോട് പറഞ്ഞത്. ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ആകേണ്ടതെന്ന് നമ്മൾ പഠിക്കുകയാണ്. ആരിൽ നിന്ന്? കർത്താവിൽ നിന്ന്. കാരണം കർത്താവ് ഓരോ സിറ്റുവേഷനിലും ചുംബനം കൊണ്ട് ഒരുത്തൻ ഒറ്റിക്കൊടുത്തു, അല്ലെ, ഒരുവൻ ഒറ്റിക്കൊടുത്തു, യൂദ. അന്നേരം എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. മനസ്സിലാവുന്നോ? ഒന്നുകൂടെ ഞാൻ പറയാം. പ്രാണസ്നേഹിതൻ തള്ളിപ്പറഞ്ഞ് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഹൗ ടു റിയാക്ട് ടു ദ സിറ്റുവേഷൻ, ജീസസ് ഈസ് ടീച്ചിങ് us. കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം കർത്താവിനെ അത് പഠിപ്പിക്കാൻ കഴിയും, ബിക്കോസ് ഹി ഹാസ് ഗോൺ ത്രൂ ദ സെയിം. അതിലൂടെ ഈശോ കടന്നുപോയി. പെറ്റ തള്ളയുടെ മുമ്പിൽ അർത്ഥനഗ്നനല്ല, പൂർണ്ണ നഗ്നനായി നിൽക്കേണ്ടി വരുന്ന ഒരു മകന്റെ ചേതോവികാരം, താടിരോമം പിച്ചു പറിക്കുമ്പോൾ ഉള്ള അവസ്ഥ, മുഖത്തെ കാർക്കിച്ച് തുപ്പുമ്പോൾ ഉള്ള ഫീലിങ്, കന്നെ താഞ്ഞാഞ്ഞ് അടിക്കുമ്പോൾ ഉള്ള ഫീലിങ്, വിലാപ്പുറം കുത്തി തിളയ്ക്കുമ്പോൾ ഉള്ള ഫീലിങ്, അത് എന്നതാന്ന് അതിലൂടെ കടന്നുപോയ ആൾക്ക് നമ്മളെ പഠിപ്പിക്കാൻ കഴിയും. പ്രൊഫഷണൽസ് വലിയ ബിസിനസ് മീറ്റിങ്ങിനൊക്കെ നിങ്ങൾ പോയാൽ, ബിസിനസ്സിൽ വലിയ സ്റ്റെപ്പ് വെക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ബിസിനസ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ പറയാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, if you want to be a very good businessman, do one thing. If you are not able, നിങ്ങൾ ശക്തരല്ലെങ്കിൽ ശക്തരായവരെ പർച്ചേസ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾ ശക്തരായിരിക്കണം, അതല്ലെങ്കിൽ ശക്തരായവരെ വിലക്കെടുക്കുക. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പച്ചമലയാളത്തിൽ പറഞ്ഞ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് തലയിൽ ആൾതാമസം വേണം, ഇതില്ല എങ്കിൽ തലയിൽ ആൾതാമസം ഉള്ളവരെ പർച്ചേസ് ചെയ്യുക, വിലക്കെടുക്കുക, അവരെ കൂടെ നിർത്തുക. ഓക്കെ, ഫസ്റ്റ് സീക്രട്ട് അവര് പറയുമ്പോൾ, ഇനി അതിന്റെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് ഞാൻ എടുക്കുക. തലയിൽ ആൾതാമസം അല്ല, തലയെ സൃഷ്ടിച്ചവനെ തന്നെ കൂടെ നിർത്താൻ. ആൾതാമസമുള്ള ആളല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ കൂടെ നിർത്തുക. ഹി വിൽ ടീച്ച് യു ഹൗ ടു മൂവ്, ഹൗ ടു നോട്ട് മൂവ്. അതാണ് സിറ്റുവേഷൻ, അതാണ്. അതിനകത്തൂടെ എങ്ങനെ പോകണമെന്ന് പഠിപ്പിക്കും. കാരണം പിതാവെല്ലാം പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആരെങ്കിലും അറിയണമെങ്കിൽ പുത്രൻ അറിയിക്കണം. സോ പിതാവിനെ നമ്മെ പഠിപ്പിക്കാൻ ആർക്കേ പറ്റുള്ളൂ? പുത്രനെ പറ്റുള്ളൂ. പുസ്തകത്താളിൽ നിന്ന് പിതാവിനെ അറിയാൻ കഴിയുകയില്ല. ഓ ജീസസ്. അപ്പൊ ഈ പറയുന്നത് ഒരു ദിവസത്തെ ഒരു ജീവിതമല്ല സഹോദരങ്ങളെ. ദിസ് ഇസ് വെരി 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 സീരിയസ് സർമൺ. ഇതൊരു ദിവസത്തെ ജീവിതമല്ല, തുടർമാനമായി പുത്രന്റെ മുഖം സ്വീകരിച്ച് ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ കൂടെ നടന്ന ആ റിയാക്ഷനിലൂടെ നമ്മൾ അറിയുക. നമുക്കൊരു പരിശീലനം തരുക. മുമ്പേ ആ പദം പറഞ്ഞില്ലേ, നമുക്കൊരു പരിശീലനം തരുക. ആ പരിശീലനത്തിലൂടെ നമ്മൾ അറിയുകയാണ് ഓരോ സമയങ്ങളിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം. അങ്ങനെ പഠിപ്പിച്ച് നമുക്കപ്പോ ആ പഠിപ്പിക്കുന്ന വേളയിൽ പോലും ഈ മുഖം ഭാരമല്ല. ഭാരം നമ്മുടെ മേൽ വന്നാൽ പോലും നാളെ നമുക്കത് ഭാരമായി തോന്നില്ല. കാരണം നമ്മള് ശാന്തമായി സൗമ്യമായി പണ്ട് റിയാക്ട് ചെയ്ത പോലെ ഇപ്പൊ റിയാക്ട് ചെയ്യുന്നില്ല. അങ്ങനെ കേൾക്കട്ടെ. ഓ, നീ എന്തായാലും ആ സൂം പ്രാർത്ഥന നിർത്തണ്ടടി,
നീ ആ സൂം പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ പിള്ളേരുടെ നേരെയുള്ള ചീറ്റലിനും എന്റെ നേരെയുള്ള പെറുപെറുപ്പിനും ഒക്കെ ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ട് നീ ഒരു കാരണവശാലും ആ സൂം പ്രാർത്ഥന നിർത്തണ്ട എന്ന് വീട്ടുകാര് പറയാൻ തുടങ്ങിയെങ്കിൽ, എന്റെ പൊന്നച്ചായ, ഈ 6:30-ക്കോ 5 മണിക്കോ എന്നാ ഏത് നേരത്ത് വേണമെങ്കിലും നിങ്ങൾ ആ സൂം ഓൺ ചെയ്ത് അതിന്റെ മുമ്പിൽ പോയി ഇരുന്നു. വേറെ ഒന്നും ചെയ്യണ്ട. ചായയോ കാപ്പിയോ വടയോ ഉപ്പേരിയോ അപ്പേരിയോ എന്നാ വേണേ കൊണ്ട് തരാം എന്ന് വീട്ടിലെ ഭാര്യയായി മക്കളും പറയാൻ തുടങ്ങിയെങ്കിൽ, ആ മുഖം വീണു എന്ന അർത്ഥം. പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ പ്രതികരിക്കുന്നേ. ജയിച്ചു ജയിച്ചു സഹോദരി. കാരണം ആ മുഖം വീണ് കഴിഞ്ഞു. ഇനിയിപ്പം തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചീറ്റാൻ പറ്റില്ല. വേറൊരു കാളെ കാണുമ്പം എന്റെ പുറകെ ഒന്നും ഓടാൻ പറ്റില്ല. കാരണം ഇത് ഇരിക്കുക മേളില്. പോകാൻ താല്പര്യമുണ്ട്. മറ്റേ കാള വന്ന് മുക്കറ ഇടും. കാളയ്ക്ക് ഒരു മുക്കറയുണ്ട്. അപ്പുറത്തെ കാള വന്ന് മുക്കറ ഇടുമ്പോ മൂക്കുകയറും പൊട്ടിച്ചിട്ട് അപ്പുറത്തേന്റെ പുറകെ പോകാൻ പറ്റില്ല. കാരണം ഇത് വേറൊരു ഡിസിപ്ലിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിരിക്കുക, വേറൊരു പരിശീലനത്തിന്റെ കീഴിലേക്ക് വന്നിരിക്കുക. അപ്പൊ അപ്പുറത്തെ കാളമാര് നമ്മുടെ മുക്കറ ഇടും, അന്ന് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യും. നീ എന്നെല്ലാം ഒന്ന് പറയടാ, നീ എന്നെ മിണ്ടാത്ത, നിന്റെ പൈസ ഞങ്ങൾ തരത്തില്ല, കാണാലോ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്യടാ, നീ ധൈര്യം ഉണ്ട കാശ് വാങ്ങടാ. ബിസിനസ്സുകാർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇതൊക്കെ അങ്ങ് പ്രൊവോക്ക് ചെയ്യും. വേറെ കാളകൾക്ക് എങ്ങനെയെങ്കിലും നമ്മളുമായിട്ട് എന്ത് ചെയ്താൽ മതി, കുത്തുണ്ടാക്കിയാൽ മതി. അന്നേരം പറയണം, അയ്യോ പണ്ട് കാള കളിച്ച് നടന്ന ഒരു കാളയായിരുന്നു ഞാനും, പക്ഷെ ഇപ്പൊ എന്നാ പറയാനാ, പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് ഒരു നുഖത്തിന്റെ കീഴിൽ കയറിയേക്കുക. അപ്പൊ അതുകൊണ്ട് ഉള്ളത് തുറന്ന് പറയാം, എന്റെ പൊന്നച്ച എന്നെ വെറുതെ വിട്ട്, എന്റെ പൊന്നച്ച എന്നെ വെറുതെ വിട്ടേരെ. ഞാനൊരു നുഖത്തിന്റെ കീഴിൽ കയറുന്നതിന് മുമ്പ് കാള കളിച്ച് നടന്ന ഒരു കാളയായിരുന്നു. അയ്യോ, എന്തെല്ലാം കാളകളിയായിരുന്നു എന്റെ തമ്പുരാനെ. പക്ഷെ എന്റെ മുഖമേറ്റ് എന്നെ പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ശാന്തശീലം വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ മുഖം വഹിപ്പാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പൊ വായിച്ചിട്ട് നമ്മൾ ചോദിക്കും, എങ്ങനെയാ ഭാരം കുറഞ്ഞു വരുന്നേ? എങ്ങനെയാ ഭാരം കുറഞ്ഞു വരുന്നേ? ഭാരം എങ്ങനെ കുറഞ്ഞു വരുന്നേ? ഭാരം കുറഞ്ഞു വരുന്നത് ഭാരമില്ലാഞ്ഞിട്ടല്ല, വേറൊരാൾ ഭാരം വഹിച്ചത് കൊണ്ടാണ്. വേറൊരാൾ എന്റെ ഭാരം വഹിച്ചു എന്ന ഉറപ്പും കൊണ്ടാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ന്യൂസ് റീഡർമാരൊക്കെ പറയുന്നവർ പറയാം. ഓക്കെ, അങ്ങനെ ഇരിക്കണം. അതൊക്കെ ഭാരമില്ലാഞ്ഞിട്ടല്ല ഭാരം തോന്നാത്തത്, മറുഭാഗത്ത് നിന്ന് മറ്റൊരാൾ ഭാരം ചുമക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചുമന്നു എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഭാരമായി തോന്നാത്തത്. ഞാൻ നിങ്ങളെ എന്റർടൈൻ ചെയ്യിച്ചുകൊണ്ട് ഇതൊന്ന് കേൾപ്പിക്കാനുള്ള ശ്രമമാണ് കേട്ടോ, വേറെ ഒന്നും ചിന്തിക്കല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനിടെ മൊബൈലും തപ്പി വാട്സാപ്പും നോക്കിക്കൊണ്ടിരിക്കും, ഇതൊരു ഭാഗത്ത് ഓണാക്കി വെച്ചിട്ട്. ഇതിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കണം, അതിനുവേണ്ടി ഇങ്ങനെ എന്റർടൈൻ ചെയ്യിക്കണം. Jesus is sharing our burden. ഭയങ്കര ഡോക്ടറെ, അത് ഭയങ്കര, അത് ഇന്നലെ ഡോക്ടർ തുടങ്ങിയത് നന്നായി. കാരണം അത് ഭയങ്കര ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാല്, in Christ, when you become yoked to Jesus, the Holy Spirit will bring you into a relationship with Jesus as well as with the Father. അപ്പോ ആ തൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സ്നേഹത്തിലും അവരുടെ ഐക്യത്തിലും അവരുടെ യൂണിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഉറപ്പ് കിട്ടും. എന്റെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിലാ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് പുറമെ എത്ര സാഹചര്യങ്ങൾ വലുതായാലും
എനിക്കൊരു സ്വസ്ഥതയിലേക്ക് വരാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എനിക്ക് വരാൻ പറ്റും. Taking us into the Trinitarian unity. പരമമായ ഐക്യത്തിന്റെയും ദിവ്യമായ സ്നേഹത്തിന്റെയും കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ തുറക്കുക ഡോക്ടർ. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ നമ്മുടെ മേലുള്ള ഭാരം വഹിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയാണ്. അതാണോ? അല്ല, അവരെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വരുമ്പോൾ മനസ്സിലാകും, ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെ പിതാവുണ്ട്, സകലത്തിന്മേൽ ജയമെടുത്ത യേശുവുണ്ട്, ജയോത്സവം നടത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്, ത്രിയേകദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിനും നടുവിലും എനിക്ക് സ്വസ്ഥതയിലേക്ക് വരാൻ പറ്റും. കാരണം അവര് സൗമ്യരാ, അവരുടെ അറ്റ്മോസ്ഫിയർ സ്വസ്ഥതമാണ്. നമ്മുടെ ആ അറ്റ്മോസ്ഫിയർ സ്വസ്ഥതയല്ല, റെസ്റ്റ് അല്ല. അതുകൊണ്ടാണ് പറയുന്നത്, കം ഇൻ ടു മൈ റെസ്റ്റ്, ഐ വിൽ ടീച്ച് യു, ഐ വിൽ ട്രെയിൻ യു. താങ്ക് യു ലോർഡ് ജീസസ്. സ്വീകരിച്ചേ. ഇത്ര എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത്രയും സമയം ഈ ഒരു ഭാഗം കേൾക്കാനായിട്ട് ഭാഗ്യം കിട്ടിയില്ലേ? യു ആർ പ്രിവിലേജ്ഡ്. നിങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഒരു അവസരം ലഭിക്കത്തില്ല. എനിക്ക് ഏക കാര്യത്തിൽ വിഷമമുള്ള എന്താ അറിയോ? എൻ്റെ മനസ്സിന്റെ വിഷമം ഷെയർ ചെയ്യാം. ശരിക്കും ഒരു മാസം നമ്മൾ ഈ സൂം കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു 500 പേരിലേക്ക് 600 പേരിലേക്കും ഒക്കെ വർദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മള് സെയിം മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കുകയും, കാരണം അവർക്ക് ഇത് മിസ്സാവുക. അവരെയും കൂടെ ഒപ്പം വളർത്താനുള്ള വലിയൊരു ദൗത്യം. ഞാനങ്ങ് വളരട്ടെ എന്നല്ല, എൻ്റെ കൂടെ എന്നോടൊപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സ് എത്ര ഗ്രൂപ്പിലുണ്ട്, ഒരാളെ ക്ഷണിക്കാൻ പറ്റും, ഒരാളെ കാരണം ഇതെല്ലാം നമ്മൾ കണക്ക് പറയേണ്ടി വരും ഒരു ദിവസം. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അക്കൗണ്ടബിൾ ആണ്. നിന്നെ ഞാനത് കേൾപ്പിച്ചു, നീ എത്ര സെൽഫിഷ് ആയിരുന്നു, നീ അത് കേട്ടു, നീ അവിടെ ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, യു ആർ എൻജോയിങ് ദ വേർഡ്. ബട്ട് ആ വചനം കിട്ടിയിരുന്ന അവനോട് ജയാളിയായനെ, മറ്റാളുടെ ജയാളിയായനെ. അപ്പൊ അങ്ങനെ ആ ഒരു ഉത്തരവാദിത്വം കൂടെ ചിലപ്പം 10 പേരോട് പറയുമ്പോഴായിരിക്കും ഒരാള് ഓക്കെ ഞാനൂടെ ഇത് കേൾക്കാം എന്ന് പറയുന്നത്. പക്ഷെ അവരെ നിത്യതയിൽ എത്തിക്കുന്ന ഒരു ജോലി, അതാണ് ഏറ്റെടുക്കുന്നത്. ആ ഒരു കർത്തവ്യം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ എത്ര പേരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയും? അപ്പൊ അതൊരു ദൗത്യമായിട്ട് തന്നെ ഏറ്റെടുക്കണം. ഒരാള് 2 പേര് എന്ന ക്രമത്തിൽ ഇപ്പൊ 132 പേര് ജോയിൻ ചെയ്യും. ഒരാൾ 2 പേര് എന്ന ക്രമത്തിൽ ഒന്ന് അറിയിച്ചാൽ തന്നെ നമുക്ക് 500 പേരിലേക്ക് ഗ്രൂപ്പ് വർദ്ധിക്കും. ആ 500 പേര് ഓരോരുത്തരെയും കൂടെ നിശ്ചയിച്ചാൽ 1000ത്തിലേക്ക് ഈ ഗ്രൂപ്പ് വർദ്ധിക്കും. പിന്നെ അങ്ങോട്ട് എണ്ണൊന്നും വേണ്ട. കാരണം ദിസ് ഈസ് ദ ഓൺലി മെസ്സേജ് വിൽ. ഇതിന് പുറത്ത് കിടന്ന് മനുഷ്യൻ കിടന്ന് എന്ത് ചെയ്യുക? അധ്വാനിക്കുക, ഭാരം ചുമക്കുക. ഇല്ല ഡോക്ടറെ, അത് എങ്ങനെയാ പറയുന്നത്? ഏതാണ്ട് എഴുതിയിരിക്കുന്നു. ആരാ എഴുതി? റെഡീമർ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്. ഞാൻ ആഗ്രഹിച്ച ക്ലാസ് ആണ് ഇത്, എനിക്ക് പരിശുദ്ധാത്മാവ് തന്നത്. ഒരു കാര്യമില്ല. റെഡീമർ ഏത് റെഡീമർക്ക് പേരും ഇല്ല. റെഡീമർ എന്നാണ് പേര്, വീണ്ടെടുപ്പുകാരനാണ്. ആരാ റെഡീമർ? സോണിയ അൺമ്യൂട്ട് ചെയ്യൂ. സോണിയ. സോണിയ, അപ്പം ഇത് ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, സോണിയ കേൾക്കാമോ? ഇതാണ് സോണിയ. ഈ സോണിയ എവിടുന്നാണ് കേൾക്കുന്നത്? അപ്പം സോണിക്ക് എത്ര കൂട്ടുകാരിമാരുണ്ട്? അവരിൽ ഒരാളെയും കൂടി ഇത് കേൾപ്പിക്കണം. അപ്പൊ ആ ദൗത്യം ഇത് ഏറ്റെടുക്കണം. ബ്രദറിന്റെ ഫസ്റ്റത്തെ ഒരു ക്ലാസ് ഞാൻ കേട്ടേ. അപ്പൊ ഞാൻ അന്ന് ഫസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ശത്രുക്കൾ, അയൽക്കാരനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരോടൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ബ്രദർ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. ബൈബിളിന്റെ വചനത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ശത്രുക്കളോട് ദൈവമേ അവരോട് പ്രതികാരം ചെയ്യണേ എന്നൊക്കെ ഒരു ചിന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ബ്രദർ അന്ന് ഒരു കാര്യം പറഞ്ഞത്, ശത്രുക്കളെ പന പോലെ വളർത്തും,
അവരെ അങ്ങനെ വളർത്തല്ലേ എന്നൊക്കെ ബ്രദർ അങ്ങനെ ഒരു ടോക്ക് ഫസ്റ്റ് ഞാൻ ക്ലാസ് കേട്ടപ്പോ പറഞ്ഞു. ഞാൻ പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ മാത്രം ഇങ്ങനെ കൊച്ചാക്കിയിട്ട് ശത്രുക്കളെ പല പോലെ വളർത്തുക, നമ്മളിങ്ങനെ ഒരുപാട് പേര് വേദനിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അതെന്റെ മനസ്സിൽ അന്നത്തെ ക്ലാസ് എന്റെ മനസ്സിൽ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് തട്ടി. അപ്പൊ അവിടെ നിന്നിട്ട് എനിക്ക് എന്താണെന്നറിയില്ല വചനം കേൾക്കാനുള്ള ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ബ്രദറിന്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെ കുർബാന കൂടാനും എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങി. അതുവരെ എനിക്ക് കുർബാന കൂടാനും ഇഷ്ടമൊക്കെ ആയിരുന്നു പണ്ട്. പക്ഷെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാത്തിനോടും ഒരു മടുപ്പായിരുന്നു എനിക്ക്. എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ എന്നെ ഒറ്റപ്പെടുത്തി. അപ്പൊ അങ്ങനെയൊക്കെ ദൈവത്തിനൊന്നും വേണ്ടെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, ദൈവത്തിനോട് കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചു തുടങ്ങി. ദൈവത്തിന്റെ സോണിയ, സ്നേഹം. അത് തന്നെയാണ് സോണിയ. നമ്മൾ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഇപ്പം സോണിയ, ഞാൻ പറഞ്ഞില്ലേ, സോണിയ ഇപ്പം രക്ഷപ്പെട്ടു. സോണിയക്ക് മനസ്സിലായി സോണിയയുടെ മേൽ എന്തു വന്നാലും അത് കർത്താവ് വഹിച്ചിട്ട് അതിന്റെ ലൈറ്റായ ഭാഗം മാത്രമേ സോണിയുടെ മേൽ വരികയുള്ളത് മാത്രമല്ല, സോണിയോടൊപ്പം കർത്താവും ഉണ്ട് എന്നുള്ളത് സോണിയക്ക് മനസ്സിലായി. അപ്പൊ ഈ അറിവിലേക്ക് ഇനി എന്ത് ചെയ്യണം? മറ്റൊരാളെ ഈ അറിവിലേക്ക് നയിക്കണം. അത് ആരുടെ ഉത്തരവാദിത്വമാണ്? സോണിയയുടെ ഉത്തരവാദിത്വം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സോണിയയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതാണ് മലയാറ്റൂരുടെ സോണിയ വണ്ടി ഓടിച്ചു പോവുക. സോണിയ വണ്ടി ഓടിച്ച് അങ്ങനെ ആ റോഡിൽ കൂടെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ മലയാറ്റൂർ അവിടെ കറക്കം ഉണ്ടല്ലോ, ആ വൺ വേ പോകുന്നിടം ഉണ്ടല്ലോ, ആ വൺ വേ പോകുന്നിടത്തൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുക. അപ്പൊ സോണിയ പെട്ടെന്ന് കാണുകയാണ് ആ പാലത്തോട് കയറുന്ന ആ പാലം ഇടിഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, സോണിയ കഷ്ടിച്ചു വന്ന് സോണിയയുടെ വണ്ടി അവിടെ കൊണ്ട് ബ്രേക്ക് ഔട്ടി. ഓക്കെ, പാലം ഇടിഞ്ഞു കിടക്കുകയാണ് താഴോട്ട്. സോണിയ വീഴേണ്ടതായിരുന്നു. സോണിയ വീഴുന്നിടത്തുനിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ സോണിയയുടെ വണ്ടി ഇതെങ്ങനെ ഒന്ന് ബ്രേക്ക് ചവിട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ ടയർ കുഴിയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം സോണിയ അവിടുന്ന് രക്ഷപ്പെട്ടു. സോണിയ എന്നാ ചെയ്യും? ഓ, ഞാൻ രക്ഷപ്പെട്ടു, വീഴുന്നവര് വീഴട്ടെ എന്ന് പറഞ്ഞ് സോണിയ വീട്ടിലോട്ട് പോവോ? അതോ സോണിയ അവിടെ നിന്ന് മുട്ടുകുത്തിയിട്ട് പറയും, എന്റെ പൊന്നിയേട്ടാ വണ്ടി ഓടിച്ച് വരരുത്, ഇതേ കുഴിയിലോട്ട് നിങ്ങൾ പോവാണ്, പറയോ ഇല്ലയോ? പറയും, അത് പറയും. പിന്നെ ഇപ്പൊ പറയാത്തെ? ഞാന് എന്താ വെച്ചാല് മനുഷ്യന്മാരിൽ ഒറ്റപ്പെട്ടു. പക്ഷെ ഞാൻ വിചാരിച്ചത് മനുഷ്യന്മാരുടെ സ്നേഹമാണ് ഏറ്റവും വലുത്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചത്. പക്ഷെ നോ എക്സ്ക്യൂസ്. ഞാൻ ചോദിക്കട്ടെ, ഈ അയൽപക്കത്ത് സോണിയയുടെ എതിരാണ് എന്ന് പറഞ്ഞവരോടാണ് കർത്താവിന്റെ സ്നേഹത്താന്ന് അറിയണ്ടേ. അവരുടെ വീട്ടിൽ പോകണം, അവരോട് പറഞ്ഞ ഈശോയുടെ സ്നേഹത്താ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവരുടെ കണ്ണ് നിറയും. ഇത്രയും നാളും സോണിയെ ഉപദ്രവിച്ചിട്ട് സോണിയ ഇപ്പോഴും അവർ ഈശോയുടെ സ്നേഹത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, അവരുടെ കണ്ണ് നിറയും. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, ഞാൻ ഉദാഹരണം പബ്ലിക്ക് പറയാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ സോണിയയ്ക്ക് വേണ്ടി പറയുക. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു മാസിക ഉണ്ടായിരുന്നു. ആ മാസികയിൽ 1.5 മാസം നിരന്തരമായിട്ട് ഇങ്ങനെ ഉപദേശപരമായ വ്യത്യസ്തതകൾ എന്റെ പെന്തക്കോസ്റ്റിലെ സ്നേഹിതനാണ് എനിക്കെതിരെ എഴുതി അയാളുടെ കൈ അടച്ചു. നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. എഴുതി അയാളെ കൈ അടിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഞാനുമായിട്ട് അദ്ദേഹത്തിന് കാണേണ്ടിയ ഒരു സാഹചര്യം വന്നു. കാണേണ്ട സാഹചര്യത്തിൽ വന്നപ്പോ ഈ എഴുതിയത് വായിച്ചിട്ടേ ഇല്ല എന്ന രീതിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കാനും അദ്ദേഹത്തോട് അടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, ശരിക്കും ബ്രദറെ, യേശു ഉണ്ടെന്ന്, അതേ പദം ഞാൻ പറയാം, യേശു ജീവിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണും. അപ്പം കറക്റ്റായിട്ട് സോണിയയ്ക്ക് ഇപ്പൊ ഈ വിരോധിക്കപ്പെട്ട വ്യക്തികളിൽ നിന്ന് ഒരു വലിയ അവസരം കിട്ടിയിരിക്കുകയാണ്. ഇറങ്ങിക്കോ. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ എന്റെ മനസ്സിലാകുള്ള ദേഷ്യം പകയൊന്നും തോന്നുന്നില്ല. കത്തിക്കയറട്ടെ. സോണിയ ഇന്ന് ആ നുക ഏറ്റെടുത്തോ. നുക ഏറ്റെടുത്തിട്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് മുന്നോട്ട് പോകോ. എന്തായിരുന്നാലും ഞാൻ ഈ സൂം കൂട്ടായ്മയിലുള്ള എല്ലാവരോടും, താങ്ക് യു സോണിയ, ഈ സൂം കൂട്ടായ്മയിലുള്ള എല്ലാവരോടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, 2021 ഈ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ സൂം കൂട്ടായ്മ വഴിയായിട്ട് നമ്മുടെ അമേരിക്കയിലുള്ള ബോബിച്ചായന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഇതൊരു സ്പിരിച്വൽ ആർമിയെ, ഗാഡ് ഈസ് പ്രിപ്പയറിംഗ് എ സ്പിരിച്വൽ ആർമി. ദൈവം ഒരു ആത്മീക സൈന്യത്തെ സഭയുടെ ഉണർവിന് വേണ്ടി, ആഗോള സഭയുടെ ഉണർവിന് വേണ്ടി, ഏതെങ്കിലും ഒരു റീത്തിന്റെ അല്ല ഞാൻ പറയുന്നത്, ഫോർ ദി റിവൈവൽ ഓഫ് ദി യൂണിവേഴ്സൽ ചർച്ച്, ആഗോള സഭയുടെ ഉണർവിന് വേണ്ടി ദൈവം ഒരു ഗ്രൂപ്പിനെ പരിശീലിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പരിശീലനമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സോ ഈച്ച് വൺ ടീച്ച് വൺ എന്ന് പറയുന്ന ഒരു രീതിയിൽ
നമ്മൾ പരിശീലിപ്പിക്കപ്പെടുകയും കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്ക് ഇന്ന് അതിനുവേണ്ടി ഏത് മുൻവിധിയാ പൊട്ടേണ്ടത് ആ മേഖലയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരമുയർത്തി എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് അവിടുത്തെ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് അവിടുത്തെ സഹായം ആവശ്യമുണ്ട്. ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ സ്നേഹത്തെ മറ്റാൾക്കാരുമായി ഷെയർ ചെയ്യാൻ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഭയത്തെയും എടുത്തു മാറ്റണമേ. ഞങ്ങളിൽ ആഴമായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് ഈശോയെ കുറിച്ച് പറയുവാൻ വേണ്ടിയുള്ള ഭയങ്കരമായ ധൈര്യം പകരുമാറാകണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അവിടുത്തെ സഹായം ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഭാരം ചുമന്നവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ദുഃഖം പേറിയവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. വഹിക്കാൻ കഴിയുന്നതിന് മീതെ തരാത്തവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നിത്യസ്നേഹത്തിന്റെ ഉറവിടമേ സ്വസ്തി. നന്ദി. ആരാധന, ആരാധന, ആരാധന. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.